ഇത് നിർത്തുമ്പോഴേ ഇതൊക്കെ അറിയണുള്ളൂ. ഇത് നിർത്തുമ്പോഴേ ഇതൊക്കെ അറിയണുള്ളൂ. അതെ, നാരായണ 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 ഹരേ നമ. ഗുരുവായൂരപ്പ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശ്രീമദ് ഭാഗവതത്തിലെ ഓരോ അക്ഷരങ്ങളും ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ് പ്രത്യക്ഷമായിട്ട് തുടങ്ങും. ഇവിടെ മത്സ്യാവതാരം ഒരു അധ്യായത്തിലാണ് ശ്രീമദ് ഭാഗവതത്തിലെ വേദവ്യാസ മഹർഷി സൂചിപ്പിച്ചിരിക്കുന്നത്. കേൾക്കാൻ ഭാഗ്യം ചെയ്ത ആളുകളെ മാത്രമേ ഗുരുവായൂരപ്പൻ വിളിച്ചിരുത്തിയിട്ടുള്ളൂ. വേങ്ങേരിയുടെ ഭാഗവത വേദിയിൽ 13 കൊല്ലമായിട്ട് അനുഭവമാണ് പറയുന്നത്. അത്രമാത്രം ഭാഗ്യം ചെയ്തവരെ മാത്രമേ ഗുരുവായൂരപ്പൻ വിളിച്ചിരുത്തിയിട്ടുള്ളൂ. അതിൻ്റെ മറ്റൊരു പ്രത്യേകത പറയാനുള്ളത്, സാധാരണ സപ്താഹവേദികളിലും സത്രവേദികളിലും കേൾക്കാൻ പറ്റാത്ത ഒരു കഥയാണ് മത്സ്യാവതാരം എന്ന് കൂടി പറയട്ടെ. കാരണം അതായിരുന്നു ഞങ്ങളിപ്പോൾ പറഞ്ഞത് അതാണ്. കൃഷ്ണാവതാരത്തിലേക്ക് അങ്ങോട്ട് ചാടണം, വേഗം അങ്ങോട്ട് എത്തണം. അതിനെ പറയും പോലെ താലം വിളിക്കാനും മുന്നിലോട്ട് നടത്താനും ഊഞ്ഞാല് കെട്ടാനൊക്കെ ആൾക്കാരുണ്ടാവും. അപ്പം അതിൻ്റെ മുമ്പത്തെ കഥയൊന്നും ആർക്കും വേണ്ട. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം ഈ മത്സ്യാവതാരമൊക്കെ വായിച്ചു എന്ന് വരുത്തി തീർച്ചയായും ഓടും, അത്രയും പതിവുള്ളൂ. പക്ഷേ എത്ര മഹത്തമമാണ് ഈ കഥ എന്നുള്ളത് ഒരിക്കലെങ്കിലും കേൾക്കുമ്പോൾ അത് ഹൃദയസ്പർശിയായിട്ടുള്ളത് തട്ടും. എന്തായാലും ആ അധ്യായം ഒരിക്കൽ കൂടി വായിക്കാനുള്ളതായ ഒരു അനുഗ്രഹം നമുക്ക് തന്നിരിക്കുകയാണ്. ആ അധ്യായം ഒരിക്കൽ കൂടി വായിച്ചിട്ട് ആചാര്യൻ ബാക്കി ആ സ്തുതിഭാഗങ്ങളെ നമുക്ക് അനുഗ്രഹിച്ചു തരട്ടെ. 8 ശ്ലോകങ്ങളെ കൊണ്ട് സത്യവ്രത മഹാരാജാവ് മത്സ്യമൂർത്തിയായ ഗുരുവായൂരപ്പനെ സ്തുതിക്കുമ്പോൾ ഒന്ന് എണ്ണി നോക്കുക. 8 പ്രാവശ്യം അതിൽ ഗുരു എന്ന വാക്ക് പറയുന്നതായ പ്രത്യേകത കാണാം. പരമോ ഗുരോർ ഗുരു എന്നൊക്കെ പറഞ്ഞിട്ട് ഗുരു എന്ന ആ പദത്തിന് 8 പ്രാവശ്യം വേദവ്യാസ മഹർഷി ശീശുകപരൻ മഹർഷി പരീക്ഷത്തിൻ്റെ മുമ്പിൽ മത്സ്യമൂർത്തിയുടെ അവതാര കഥയിൽ ആ സ്തുതിയിൽ പറഞ്ഞു കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഒരു ഗുരുവിൻ്റെ പ്രത്യേകത ഓരോ ശ്ലോകങ്ങൾ എണ്ണി പറയുന്നത് ഭാഗവതത്തിൽ മറ്റെവിടെയും കാണില്ല. ആ ഗുരുവിൻ്റെ മഹത്വം ഇത്രമാത്രം പറയുന്നതായ ഒരു അനുഭവം പിന്നെ ഗുരുവായൂരപ്പൻ നേരിട്ട് പറയുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. എന്തായാലും ആ അധ്യായം ഒരിക്കൽ കൂടി വായിക്കാൻ ശ്രമിക്കാം. അതാ അഷ്ടമസ്കന്ധേ ചതുർവിംശോധ്യായ രാജോവാച ഭഗവൻ ശ്രോതമിച്ഛാമി ഹരേരത്കർമ്മണ അവതാരകഥാമാദ്യാം മായാ മത്സ്യവിഡംബരം യഥാർത്ഥമതദാദ്യോപം മത്സ്യം ലോകചൂപ്ചരം തമപ്രകൃതി ദുർമർഷം കർമ്മഗ്രസ്തൈവേശ്വര ഏതന്നോ ഭഗവൻ സർവം യഥാ പരിവർത്തുമർഹസി ഉത്തമശ്ലോകേരിതം സർവലോകസുഖാവഹം സൂത ഉവാച ഇത്യുക്തോ വിഷ്ണുരാദേന ഭഗവാൻ ബാദരായണി ഉവാച ജന്മം വിഷ്ണോർമത്സ്യരൂപേണ കൃതം ശ്രീശുക ഉവാച गोविप्रसुरसाधूनां छन्दसांशेश्वरा रक्षानित्यं स्थलोर्गते धर्मस्यार्थस्य जीवहे इच्छावदेशोपदेशोदरन् वायुवेश्वरा नो चावचत्तुमुदे निपुणत्वात् धियो गुणे आसेदलेदकल्पान्ते ब्रह्मो नैमित्तिकोलया संक्षोभक्कुदास्तत्रा लोकाः भूरादयो नृपा कालेन गणेन्द्रस्यादादुशिशैशोर्विलेमुदो निःसदान्वेदान्य हैग्रीवोद्दिगेहरल् ज्ञात्वा तद्धानवेन्द्रस्य हयग्रीवस्य येषणं ददारशवनेरूपं भगवान् हरीश्वरा तत्र राजर्षिकश्चिन्नाम्ना सत्यव्रतो महान् हरायणवरोदप्यतमस्ससल्लासनां यो सामस्मिन् महावेदनयस्स विवत्सरा शान्तदेवैरिख्यातो मनुत्येनाप्निदा एकदा कृमदायां कुर्वतो जलदर्पणं तस्याञ्जल्युदिकेका
ചപര്യേകാഭ്യവദ്യത സത്യവ്രതോ അഞ്ജലികതാം ചതോയേന ഭാരത ഉത്സസജ്ജനദീതോയേശ്വരീന്ദ്രവിടേശ്വര തമാഹ സാധികരണം മഹാകാർമികം ദ്രവം യാദോഭ്യോജ്ഞാധികാരിഭ്യോ ദീനാം മാം ദീനവത്സര കഥം വിസജ്ജസൈരാജംവിധാമസ്തുരിച്ചലേ തമാത്മനോനുഗ്രഹാർത്ഥം പ്രീത്യാമചോബുർധരം അജാനചക്ഷണാർത്താശമര്യാസമനോദരേ തസ്യാദേതനം വാക്യമാശ്രിത്യ സമൈവദേ കലശാപ്തിനദായേനാം ദയാലുവിന്യാശ്രമം സാതത്രേകരാത്രിണാവർത്തമാനാകമണ്ഡലോ അലബ്ധ്വാത്മാവകാശം വാ ഇതമാഹമഹീപദേ നാഹമണ്ഡലാവസ്മിംഗൃശമസ്തുമഹോത്സഹേ കൽപ്പയൗകസ്വരൂപലം നിത്രാം നിവസേഷുകം തയേ സയേനാം തദാദായാന്യദാദൗദഞ്ജലോദികേ തത്ര ചിത്രാമുഹൂർത്തേന സപ്രമുഹൂർത്തത നമ ഏതദലം രാജം സുഖം വസ്തുതഞ്ജനം ഋതുദേവനം മഹ്യം യത്വാഹം ജന്മം യഥാ തദ ആദായ സാരാജ്ഞാൻ ക്ഷിപ്താരാജം സരോവരേ തദാ വൃത്യാൽപനാസോയം മഹാമിനോന്യോർദ്ധത നൈതന്മേ സ്വസ്ഥേ രാജന്മുദകം സലിലൗകസാ നിരേ രക്ഷായോഗിനാർത്ഥേ മാമവിലാസിനീ ഇത്യുക്തസ്വനേൻ മത്സ്യം തത്രാവിലാസിനേ ജലാശയ സംവിധം തം സമുദ്രേ പ്രാക്ഷികജ്ജലം ക്ഷിപ്യമാണസ്തമാഹേദമിഹ മാമഗ്രാദയ അദന്യരിഫലാഭീരാം മാം നേഹോത്സൃഷ്ടമർഹസി വിവായപ്പ एवं विमोहितस्य नवददावल्पवादेव तमाहको भवानस्मान् अचिरोगणमोहेन नैवं वीर्योजलजलो दृष्टोऽस्माभिः सुडोभिजा यो भवान् यो जनसदं नाभिव्यानशेषरा नूनं तमुपान् साक्षात् हरिनारायणो मया अनुग्रहाय बोधानां दर्शये रूपं जलौकसाम् नमस्ते पुनश्रेष्ठास्तित्युत्पत्त्यप्येश्वरावक्तानां न प्रपन्नानां मुख्यो ह्याल्पगिरिर्विभो सर्वे लीलावतारास्य बोधानां भूरिगर्वाण्यादमिच्छाम्यतो रूपं निरर्थं बोधादद न देयविद्याक्षुदौपसर्पणं शापवेद सर्वसुरप्रियात्मना यथेदरेषां प्रगात्मनां सदा मदीदृशो यत्पौरत्कुलमिरा श्रीष्कौवाच गिरिप्रमाणं जगत्पदे सत्यव्रतं मत्स्योपकक्षये अभ्यर्थकामप्रलयात्मवे ब्रवीत्रिकान्तजनप्रियप्रियं श्रीभगवान् वाच सप्तमे द्विजनादूर्ध्वमहन्यदरिन्दमा निमक्षत्यप्यां बोधौ त्रैलोक्यं गुरुवादिकं त्रिलोक्यां दीयमानयां समृतां वसेवैतजा उपस्थास्यते नौका जीवशाला त्वां मयेरिदा त्वं तावदोषि सर्वा बीजानुच्चावजानि च सप्तर्षिमे परिवृता सर्वसत्त्वोपरिमिता आदिह्यप्रीतिं नाम विजयस्य अविक्रवा एकान्वये निरालोके ऋषीणामेव तसा दोदोयमानां तां नामं सुमेरेण विधीयसा उपस्थितस्य मे शृङ्गे नृत्ये महाहिना अहं त्वां श्रीसागं सहनां दद्मदे विदर्शन् निरीक्ष्यामि यावद्ब्राह्मे निशा प्रभो मदीयं महिमानं चापरं ब्रह्मेदे शब्दिदं देवस्य अनुगृहीतं मे संप्रस्ते विवृतं हृदे इत्थमादिशराजनं मदिरन्तरीयरा स्वन्वैक्षतकालं यं ऋषिकेशादिशल् आस्तिरल्पन् प्राकुलान्यशिप्राकुलं गा निर्सादहरे पादौ चिन्तयन् मत्स्यमुखिनः तदसमुद्रोद्यः सर्वतः पावयन्महें वर्तमानो महामेघैर्वर्षभ्ये समदृश्यता ध्यायं प्रकृतादेशं दर्शेनामागतं नावमागतां तामारुरोह विप्रेन्द्रेराजायोषद्भिरुधा तमोर्मणे प्रेराजन्ध्याश्चुकेशवं सवैन सङ्कटादस्माल्दाशं निरासिदे स्वनत्यादस्ततो राज्ञा प्रादुरासे महार्णवेकशक्तिधरो मत्स्यो हैमो निर्णयो जना नारायण 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 स्वनत्यादस्ततो राज्ञा प्रादुरासे महार्णवे एकशङ्कधरो मत्स्यो हैमो निर्णयो जना निवद्यनामं सञ्जङ्गे योक्तो हरिणापुरा भरत्रेणाहिना तुष्टस्पुष्टावभदोदनं जातोवाच अनाद्यविद्योपहात्मसंविदस्तन्मूलसंसारपरिश्रमाधुरां यदचेहोमसदायमाप्नुर्विमुक्तिदो न परमो गुरुर्भवान् जनोमुदोऽयं निर्मबन्धनसुखेत्या कर्मसमयेहते सुखं यत्सेवयातां विदनोत्यसन्मतिं गण्डिं स विद्यात् हृदयं स नो गुरो यत्सेवयाज्ञैर्विरुद्धोदनं पुमान् विज्ञान्मनस्तमा भजेदवर्णं निमेषसोऽपियो भूयात्रेष परमो गुरोर्गुरो नेत्रप्रसादाय भागले शमन्ये च देवागुरो जना स्वयं कर्तुं सुमेधा प्रभवन्ति पुंसस्तमैश्वरं त्वां शरणं प्रपद्ये गुरुवायप्पा अचक्षुरन्दस्य यदाग्रणीकृतस्तथा दिनस्य वृषो बुधो गुरो त्वमर्कते सर्वदिशां सुवीक्षणो वृतो गुरुनः सुविधिं नुवत्सदा जनो जनस्य हर्षते सदें मनिं या प्रपद्ये दुरत्येन्दम त्वं द्रव्येयं ज्ञानममोघमञ्जसा प्रपद्यते येन जनो निजं वद त्वं सर्वलोकस्य सुरल्पेश्वरो ह्यात्मा गुरुज्ञानमभीष्टसिद्धिः तदा विलोभोन्नमोन्नमन्तदेव ज्ञानादेशन्दं हृदिबद्धकामा
തം ത്വാമഹം ദേവരം വരേണ്യം പ്രവത്തയേ സംബോധനായ ചിന്യാർത്ഥരിവേർ ഭഗവൻ ഭജോവേ ഗന്ധേൻ ഹൃദയാൻ വിഘ്നസ്വമോകാ ശീർഷവാചാം ഇത്യുക്തവന്തം നിലയം ഭഗവാനാദിപുരുഷാം മത്സ്യരൂപീ മഹാബോധോ വീരം സത്വം വിവേദ് പുരാണ സംഹിതാം ദിവ്യാം സാംഖ്യോഗ്യാവലയം സത്യപ്രദർശനാദശേരാത്മദുഃഖമശേഷതാം അശ്രൗഷേത് ഋഷിഭ്യസാഗമാത്മതത്വമസംശയം നവ്യാസീനോ ഭഗവതാ പ്രോക്തം ബ്രഹ്മസനാതനം അധീതപ്രയാപായ വേദസേ ഹത്വാശ്രമം വേദാൻ പ്രത്യാഹരധരെ സദോ സത്യപ്രദോ രാജാ ജ്ഞാനവിജ്ഞാനസംഹിത വിഷ്ണോ പ്രസാദകൽപേസ്മിൻ ആസേൽ വൈവസ്വതോ മനോ സത്യപ്രദസ്യ രാജർഷേർമായാ മത്സ്യസാർഗിരാസപാദമഹദാഖ്യാനം ചിത്വാമുച്ഛേദകിൽപിഷാദ് അവതാരോ ഹരയോയം കീർത്തേരന്നുഹന്തര സങ്കൽപ്പാസ്തസ്യ സിദ്ധ്യന്തിയസ്യാദിപരമാംഗിരിം വയമയസിധാതു സുപ്തശക്തേർമുഖേഭ്യശ്രുതിഗണമപരീതം പ്രത്യുപാദത്തഹത്വാ ദിജമകദയത്യോ ബ്രഹ്മസത്യവ്രതാനാം അമഹമഖിലഹേതും വിദ്മമീനം നതോസ്മി ഗുരുവായൂരപ്പ പ്രളയമയസിധാതു സുപ്തശക്തേർമുഖേഭ്യ ശ്രുതിഗണമപരീതം പ്രത്യുപാദത്തഹത്വാ ദിതിരമകദയത്യോ ബ്രഹ്മസത്യവ്രതാനാം തമഹമഖിലഹേതും വിദ്മമീനം നതോസ്മി ശ്രീകൃഷ്ണായ നമഃ. ഇത് ശ്രീമദ്ഭഗവതേ മഹാപുരാണേ വൈയാസ്യാം സഹസ്രാം പാർവഹംസ്യാം സംഹിതായാമഷ്ടമസ്കന്ധേ വത്സ്യാവതാരജല്ലാനുവർണ്ണനം നാമ ചതുർവിംശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗുരുവായൂരപ്പ ഹരേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശരിയായ ഗുരുനാഥൻ ഭഗവാനാണ്. സ്തുതിയാണ് സത്യവ്രതാനാം വിശിഷ്ടമായ സ്തുതിയാണ്. രുദ്രരോദനം ഉമാജഹ്യാത്മലമാത്മനസ്തമ ഭജേതവർണം നിജമേഷസോന്യയോ ഭൂയാൻ സൈഷ പരമോ ഗുരോ ഗുരു. ശരിയായ ഗുരുനാഥൻ ഗുരുനാഥന്മാർക്കും ഗുരുനാഥനാണ് ഭഗവാൻ. അതും യക്ഷേവയാത്മേരിവ രുദ്രരോദനം. രുദ്രരോദനം മഹാദേവൻ പണ്ടാദ്യം രുദ്രനായിട്ടാണ് ജനിച്ചത്. രുദ്രനായിട്ട് രോദനം ചെയ്യുകൊണ്ടാ രുദ്രനായകൻ. രോദനം വെച്ചാൽ കളിച്ചത്. അങ്ങനെ കരയുകൊണ്ടാണ് നാമാനി ഗുരുവേധാവാസ്ഥാനാനി ജഗദ്ഗുരുന്നാണ്. എൻ്റെ പേരെന്തൊക്കെയാണ്, ഞാൻ എവിടെയൊക്കെയാണ് താമസിക്കേണ്ടത് ചോദിച്ചാണ് രുദ്രൻ കളിച്ചത്. അങ്ങനെ രുദ്രന്റെ കരച്ചില് ഭൂമിയിൽ വീണു. രുദ്രരോദനം ആ ഭൂമിയിൽ വീണ് അതാണ് സ്വർണവും വെള്ളിയുമായിട്ട് മാറിയത്. രുദ്രരോദനിച്ചാൽ സ്വർണവും വെള്ളിയും നടത്തും. ഈ സ്വർണവും വെള്ളിയും എങ്ങനെ ശുദ്ധാക്കണം? എങ്ങനെ ശുദ്ധാക്കാൻ പറ്റാതെ ചളി കളയണ്ടേ? സ്വർണവും വെള്ളിയും ചളി കളഞ്ഞ് ശുദ്ധാക്കാണ്ട് പുറത്ത് പോയിട്ട് മുക്കിക്കൊണ്ടൊന്നും കാര്യമില്ല. ഇത് ശുദ്ധാക്കുമ്പോൾ വേണം മനസ്സിനെ ശുദ്ധാക്കാന്നാണ്. അത് മനസ്സിലാണെങ്കിൽ ജന്മജന്മാന്തരങ്ങളായ നേടിയുള്ള അനവധി ചളിക്കൂട്ടങ്ങളുണ്ട്. ഈ ചളിക്കൂട്ടം കൊണ്ട് ഉള്ളിലുള്ള ഭഗവാനെ കാണാൻ പറ്റുന്ന വസ്തു. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഭഗവാൻ ശോഭിക്കുന്നത്. പക്ഷെ അത് കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഈ അജ്ഞാനമാകുന്ന ചളി തറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ പൂജയ്ക്കൊക്കെ ആവാഹിക്കുന്ന വാസ്തവം ബോധനിക്കുന്നൊന്നുമല്ല ആവാഹിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് മൂലാധാരങ്ങളൊന്നും ആ ചൈതന്യത്തെ പൊക്കിക്കൊണ്ടുവരാ ചെയ്യുന്നത്. പക്ഷെ അത് അറിയണ്ടേ? നമ്മൾ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ള ഈ ഭാവത്തെ എന്തുകൊണ്ടാണ് അറിയില്ല എന്ന് വെച്ചാൽ അജ്ഞാനം കൊണ്ടാണ്. താൻ ചളി വന്നാണെന്ന് അറിഞ്ഞുന്നാണ്. ഈ ചളി എങ്ങനെ കളയും? സ്വർണത്തിലും വെള്ളിയുള്ള ചളി എങ്ങനെയാണ് കളയാ? തീയിലിട്ടാണ്. തീയിലിട്ട് എന്നാൽ പോലും ഇതുപോലെ ഈ മനസ്സിലെ ചളി പോകണം. അവനവനുള്ളിൽ ശരിയായ ജ്ഞാനത്തെ മനസ്സിലാക്കാൻ ഉള്ളിലെ ചളി പോവാൻ ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചാൽ ഭജേരവർണം നിജമേഷ സൗന്ദര്യ. ഭക്തിയോടുകൂടി ഭഗവാനെ സേവിക്കുക. അങ്ങനെ ഭഗവാന്റെ പാദത്തെ അവിടെ ആശ്രയിച്ച് ഭഗവാനെ സേവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉള്ളിലുള്ള ചളി
തന്നാലെ നിൽക്കും. വേറെ ഒന്നിനെ കൊണ്ടും പോവില്ല. മറ്റ് യാഗാദി കർമ്മങ്ങളോ യോഗാദികളോ അതൊന്നും മനഃശുദ്ധി വരുത്താൻ പറ്റുന്നതല്ല. ശുദ്ധി വന്ന ആൾക്ക് പറ്റിയ കർമ്മങ്ങൾ അതൊക്കെ. മനഃശുദ്ധിക്ക് ഇതൊന്നും പറ്റുന്നതല്ല. ഈ മനഃശുദ്ധിക്ക് ഭഗവാന്റെ പാദത്തെ സേവിച്ച് ഭക്തിയോടുകൂടി ഭഗവാന്റെ പാദത്തെ സേവിച്ച് കഥ കേട്ട് കഥകളെ പാടിയിട്ട് ഭഗവാന്റെ തിരുനാമം ജപിച്ച് തന്നെ ജപിച്ച് ശുദ്ധി വേണം. മനഃശുദ്ധി അങ്ങനെയാണ്. മുക്കുമാൻ വിജയിഷ്യേന്മധമാത്മനസ്തമ ഭജേതവർണ്ണം നിജമേഷ സൗന്ദര്യ. ഭക്തിയോടുകൂടി ഭഗവാനെ സേവിക്കാൻ ഉപദേശിക്കുന്ന ആളാണ് ശരിയായ ഗുരുനാഥൻ. അതന്നാണ് പരമോ ഗുരോ ഗുരു. പരമമായ ഗുരുനാഥന്മാർക്ക് പോലും ഗുരുനാഥനാണ് ഭഗവാൻ. ആ ഭഗവാൻ എനിക്കും ശരിയായ ജ്ഞാനം പ്രകടിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശരിയായ ജ്ഞാനം വരണമെങ്കിൽ ഈ കളി പോകണം. നടുജന്മങ്ങളായ സമ്പാദിച്ചുള്ള പാപവാസനയാണ് ഇത്. നമ്മുടെ ഉള്ളിലുള്ള ഭഗവത് സ്വരൂപത്തെ ആത്മസ്വരൂപത്തെ അറിയാതിരിക്കുന്നത് ഈ ചളി കൊണ്ടാണ്. ഈ ചളി അങ്ങോട്ട് പോകണം. ഈ ചളി എങ്ങനെ പോകണമെന്ന് ചോദിച്ചാൽ പുനന്തി പാപം പുനന്തി വാസന. ജാഗ്രപക്ഷം വന്നിട്ടാണ്. പാപം കർമ്മങ്ങളെ കൊണ്ട് പോകും. പാപവാസന അത് വീണ്ടും പാപം ചെയ്യിക്കും. വാസന പോകണ്ടേ, വാസനയോട് പോകണ്ടേ. ആ വാസന കൂടി പോണെങ്കിൽ അനന്ത അനന്ത സേവ. ഭഗവാനെ സേവിക്കുന്നുണ്ട്. അങ്ങനെ ഭഗവാനെ സേവിച്ചാൽ പാപവും പോവും. അനന്തസേവാ പാപവും പോവും. പാപവാസനയും തീരാൻ ഭക്തിയോടുകൂടി ഭഗവാനെ സേവിച്ച കഥകൾ കേൾക്കുക, കഥകൾ പാടുക, നാമം ജപിക്കുക. അങ്ങനെയാണ് പാപവാസന പോലും പോകുന്നതാണ്. പാപവാസന പോകുന്നത് കാണാനാണ്. ഉള്ളിലുള്ള പാപവും പാപവാസനയും പോണത് കാണാം. ശരിക്കും ശ്രോതാക്കളുടെ മുഖത്തെ നോക്കിയാൽ അറിയാം ഭാഗവതം കേൾക്കുകയാണോ അല്ലെങ്കിൽ കേൾക്കാതിരിക്കുകയാണോ, ഇല്ലെങ്കിൽ കേട്ട് കളയുകയാണോ. പല ഭാഗത്താവില്ലേ. അത് പ്രതീക്ഷിക്കണ്ടേ. കുറച്ചു നേരം കേട്ട് കളയാം. ഒരു ആൾക്കാരുണ്ട് കുറച്ചു നേരം കേട്ട് കളയാന്നാ പറയാ. ഇത് കളയേണ്ട ആവശ്യമില്ല. കളയുന്ന ഭാവത്തില് ഇത് കേൾക്കല്ല. കേട്ടാല് ബോധ്യാവും. ഉള്ളിലുള്ള ചെടികള് പുറത്തേക്ക് വന്നിട്ടാണ് കണ്ണുനീരായിട്ട് പോകുന്നത് കാണാൻ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഹൃദയത്തിലെ മാലിന്യം പോയാൽ അവനൊന്നുള്ളിൽ തന്നെ ആത്മസ്വരൂപേണ ശോഭിക്കുന്ന ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും. ആ പല ഗുരുനാഥന്മാർക്ക് പോലും ഗുരുനാഥനായ ശ്രീഹരിയാണ് എല്ലാത്തിൻ്റെയും ഗുരുനാഥൻ കാണിച്ച് ആ ശ്രീഹരിയുടെ പാദത്തെ സർവാത്മന സേവിക്കാൻ സാധിക്കണം. അതിന് അവിടുന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അവിടെ സേവിക്കാൻ നമുക്ക് സേവിക്കാൻ പറയാൻ പറ്റില്ല. ഭഗവാൻ അനുഗ്രഹം ഉണ്ടെങ്കിലേ സേവിക്കാൻ പറ്റുള്ളൂ. ഭഗവാൻ സേവിക്കാൻ അനുഗ്രഹിക്കണേ. അതിന് ഞങ്ങളോട് അങ്ങ് കാരുണ്യം കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ഭഗവാനെ അവിടുത്തെ നാമം ഞങ്ങളെ കൊണ്ട് കീർത്തിപ്പിക്കണം. അവിടുത്തെ ഞങ്ങളെ കൊണ്ട് നമ്മളെ കൊണ്ട് നമസ്കരിപ്പിക്കണം. ഭഗവാൻ അമ്പലത്തിൽ പോയാൽ സമയത്തിരിക്കെങ്കിലും ഭഗവാനെ നമസ്കരിക്കാൻ സാധിക്കണം. ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കാൻ സാധിക്കും. ഇന്ദ്രിയങ്ങൾക്ക് അത് തന്നതാണ്. അല്ലാണ്ട് വേണ്ടാത്ത വഴി അറിയാൻ ആ ശരിയായ ജ്ഞാനം ഉദിച്ചു കഴിഞ്ഞാൽ ഗുരുനാഥന്മാർക്കും ഗുരുനാഥനായി ശോഭിക്കുന്ന ഭഗവാൻ ആ ശരിയായ ജ്ഞാനത്തെ ഉപദേശിച്ച് അനുഗ്രഹിക്കണേ ഇവിടെ പ്രാർത്ഥിക്കണം. ഭഗവാന്റെ പാദത്തെ സേവിക്കാൻ സാധിക്കണം. ഈ ഭഗവാന്റെ അനുഗ്രഹം എത്രയാണെന്ന് ചോദിച്ചാൽ ഒരളവൊന്നും പറയാൻ പറ്റില്ല. ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ അളവ് ഇവിടെ ഏതാണ്ട് പറഞ്ഞത് നയൽ പ്രസാദ ഗുരവോ ജനസ്വയം കർത്തും സമേത പ്രഭവന്തി പുംസസ്തമീശ്വരം ത്വാം ശരണം പ്രപദ്യേ. ഭഗവാൻ ഈശ്വരന്മാർക്ക് പോലും ഈശ്വരനാണ് ഭഗവാൻ എന്നാണ്. പുംസസ്തമീശ്വരം ത്വാം ശരണം പ്രപദ്യേ. ആ ഭഗവാനെ സർവാത്മ
കാരണം മറ്റുള്ള ദേവന്മാര് അല്ലെങ്കിൽ മറ്റുള്ള ഗുരുനാഥന്മാരൊക്കെ അനുഗ്രഹമുണ്ടെങ്കിലും അനുഗ്രഹിക്കാൻ കഴിവുള്ള ഗുരുനാഥന്മാരോ കാരണവന്മാരോ ദേവന്മാരോ ഒക്കെ ഉണ്ടെങ്കിലും ഇവരൊക്കെ അനുഗ്രഹം കൂട്ടിയിട്ട് ഒരു ഗ്ലാസ് കൊണ്ടുവന്ന ഒരു തട്ടിൽ വെക്കാനാണ്. ഒരു ഗ്ലാസ് കൊണ്ടുവന്ന് ഒരു തട്ടിൽ ഇങ്ങനെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹവും അതുപോലെ കാരണവന്മാരുടെ അനുഗ്രഹവും ദേവന്മാരുടെ അനുഗ്രഹവും ഒക്കെ കൂട്ടി വെച്ചാലും ഈ ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ 10,000-ൽ ഒന്നാവില്ല. നന്ദയൽ പ്രസാദ ആയുധ ഭാഗദേശമന്യേകദേവ ഗുരവോ ജനാശ്വയം 10,000-ൽ അംശം പോലും ആവില്ല. ഭഗവാന്റെ അനുഗ്രഹത്തിന് അത്രയും അനുഗ്രഹിക്കാൻ കഴിവുള്ള ഈശ്വരനാണ് ഭഗവാൻ. ആ ഭഗവാനെ സർവാത്മന ആശ്രയിക്കാം. ആ ഭഗവാനെ ആശ്രയിക്കാൻ സാധിക്കണം. ഗുരുനാഥന്മാർക്ക് പോലും ഗുരുനാഥനായി ശോഭിക്കുന്ന ആ ഈശ്വരനെ നമ്മളെല്ലാവരും സർവാത്മന ശരണം പ്രാപിക്കുന്നു. ഈശ്വരം ശരണം പ്രപദ്യേ ശരണം പ്രാപിക്കുന്നു. ശരണം പ്രാപിക്കേണ്ടത് ഭഗവാൻ തന്നെയാണെന്ന് ഭാവം. അതല്ലാത്ത ആൾക്കാരെ ശരണം പ്രാപിച്ചാൽ ഉണ്ടാവുന്നത് ആ ഗുരുനാഥനെ നോക്ക് മനസ്സിലാക്കിയിട്ട് വേണം. ഏതെങ്കിലും ആൾക്കാരെ പിന്നാലെ ഓരോരുത്തർ കാണുന്നത് കണ്ട് അവരെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ അപകടകരമാണ്. അപ്പൊ ഗുരുനാഥനെ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം ഗുരുനാഥന്റെ പിന്നാലെ പോവാൻ. ഇവിടെ മഹാദേവൻ പോലും ഗുരുവായൂരപ്പനെയാണ് ആശ്രയിക്കുന്നത്. ബ്രഹ്മദേവനും ഭഗവാനാണ്. ഋഷീശ്വരന്മാരും മുഴുവൻ ഭഗവാനെ സർവാത്മനാണ് ആശ്രയിക്കുന്നു. ആ ഭഗവാൻ ആശ്രയിക്കാൻ സാധിച്ചാൽ ഈ ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ 10,000-ലൊന്നും പോലും ആവില്ല മറ്റുള്ളവരുടെ അനുഗ്രഹം ഭാഗവതം. അതുകൊണ്ട് ഭഗവാനെ തന്നെ ആശ്രയിക്കണം. അതല്ലെങ്കിൽ ഗുരുനാഥനെ ഈശ്വരനായിട്ട് കാണാൻ സാധിക്കണം. അജക്ഷുരന്ധസ്യയഥാഗ്രണീകൃത അഭാജനസ്യ ആയുഷോ ബുധോ ഗുരു ത്വമർഗദൃക് സർവദൃശാം സമീക്ഷണോ ബുധോ ഗുരുന്ന സ്വഗതിം ബുഭുത്സദാ. സർവേശ്വരനായ ഭഗവാൻ തന്നെ ഗുരുനാഥനായി കാണാൻ സാധിക്കണം. അതല്ലെങ്കിൽ ഉണ്ടാകുന്നത് ഇവിടെ കണ്ണ് കാണാത്ത ആൾക്കാരുടെ പിന്നാലെ അചക്ഷുരന്ധസ്യയഥാഗ്രണീകൃത. കണ്ണ് കാണാത്ത ആൾക്കാരുടെ പിന്നാലെ കണ്ണ് കാണാത്ത ആൾക്കാർ പോയാലോ, അന്ധന്മാരെ പിന്നാലെ അന്ധന്മാര് പോയാലുള്ള അവസ്ഥ എന്താ? രണ്ടുപേരും കുഴി ചാടുകയും ചെയ്യാം. അത് ശരിക്ക് കണ്ണ് കാണുന്ന ഗുരുനാഥൻ ഈശ്വരനാണ്. അധപ്പതനം വരാതിരിക്കാൻ ആത്മസ്വരൂപത്തെ അറിഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ടുള്ള സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഗുരുനാഥനെ ആശ്രയിക്കണം. അത് അന്ന് മാത്രമേ ഉള്ളൂ. അർക്കവിരുക്കുന്നതാണ്. സൂര്യനെ പോലെ തന്നെയാണ് ഗുരുനാഥൻ. ഭഗവാൻ എന്ന ഭാവത്തില് എല്ലാം കാണുന്ന ആളാണ്. ആ ഗുരുനാഥനെ സർവാത്മന ആശ്രയിക്കുന്നതാണ്. ഭഗവാൻ തന്നെയാണ് ഗുരുനാഥൻ എന്ന ഭാവത്തില് ഭഗവാന്റെ പാദത്തെ നമസ്കരിക്കുന്നു. ഈ ആത്മസാക്ഷാത്കാരം നേടാൻ ഗുരുനാഥൻ തന്നെ ആശ്രയിക്കണം. ഗുരുനാഥൻ സർവേശ്വരൻ തന്നെയാണ് ഭാവത്തില്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ സേവിക്കണം. അതല്ലെങ്കിൽ ജനോജനസ്യാധിപതേഹതീമതിം യയാ പ്രപദ്യേതരുഹത്യയം കമത്വം ത്വവ്യയം ജ്ഞാനമമോഘമഞ്ജസാ പ്രപദ്യതേയേന ജനോ നിജം പദം. സാധാരണക്കാരുടെ അവസ്ഥ ഭഗവാനെ ഗുരുനാഥനായിട്ട് ശരിയായ ഗുരുനാഥനായിട്ട് സ്വീകരിക്കാതെ കണ്ട് ഭഗവാന്റെ വാക്ക് കേൾക്കാതെ കണ്ട് പ്രാകൃതന്മാരായുള്ള ആൾക്കാരെ ഗുരുനാഥനായി കണ്ടു കഴിഞ്ഞാൽ ഒരു സംസാരത്തിനും കരകയറാൻ പറ്റില്ല. നശിക്കാത്ത ഈശ്വരനെ സർവേശ്വരനെ ഗുരുനാഥനായി കണ്ട വ്യക്തി ആ ഗുരുനാഥന്റെ മുഖത്തൊന്നും ഗുരുനാഥനെ ഈശ്വരനായി കൊണ്ട് മനസ്സിലാക്കിയിട്ട് ആത്മതത്വത്തെ ശരിക്കും ഉപദേശിക്കുന്ന ഭഗവാൻ തന്നെയാണ് ശരിയായ ഗുരുനാഥൻ എന്ന് ബോധ്യപ്പെടുത്തി ആ ശരിയായ ജ്ഞാനത്തിൽ കൂടി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കണ്ടാണ്. ഒരു ബുദ്ധിമുട്ടും കാവിലെ പറഞ്ഞിട്ടാണ്. ഒരു ബുദ്ധിമുട്ടും ഭഗവാനും സേവിക്കാതെ ഉണ്ടാവില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ശരി
ജ്ഞാനം നേടാൻ സാധിച്ച അവർക്ക് അതോടുകൂടി പ്രപദ്യതേ ഏനജനോ നിജം പദം ശരിയായ ശരിയായ ജ്ഞാനം കുറിച്ച് ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവനെ മുക്തനാവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ശരീരത്തിന്റെ അവസാനത്തില് മോക്ഷം നേടാൻ സാധിക്കും. ഈ ഭഗവാൻ സർവാത്മന ആശ്രയിച്ചാത്വം ജ്ഞാനമോഘമഞ്ജസാപദ്യതേ ഏനജനോ നിജം പദം ശരിയായ പദവിയിലെത്താൻ ശരിയായ പദം ഭഗവത് പ്രാപ്തിയിലെത്താൻ സാധിക്കും. ഇവത്ത് തന്നെ ഇവിടെ തന്നെ മുക്തനാവാനും ശരീരത്തിന് ശരീരം വീണ് കഴിഞ്ഞാൽ ഭഗവാനെ പ്രാപിക്കാനും സാധിക്കും. ഗുരുനാഥൻ ഈശ്വരൻ തന്നെയാണ് ഭാവത്തില് ഈശ്വരനെ സർവാത്മന ആശ്രയിക്കാൻ സാധിക്കണം. സ്വം സർവലോകസ്യ സുഹൃത്പ്രിയേശ്വരോ ഹ്യാത്മാ ഗുരു ജ്ഞാനമഭീഷ്ടസിദ്ധി അഥാവിലോകോ ന ഭവന്തവന്തധീയജ്ഞാനാദിഭംഗം പ്രതിബദ്ധകാമ. ഭഗവാനെ ഭരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ അജ്ഞാനം കൊണ്ടാണ് ഭഗവാനെ ഭരിക്കാതിരിക്കുന്നത്. അവന് ഞാനും എൻ്റേതെന്ന ഭാവത്തിൽ പോകണം. ഭഗവാനെ മനസ്സിലാക്കാനിട്ട് അങ്ങെല്ലാം തരാൻ കഴിവുള്ള ഭഗവാനെ സർവാത്മന ആശ്രയിക്കാൻ സാധിക്കണം. അതൊരിക്കലും ഭഗവാനെ സേവിക്കുന്ന ഭഗവാനെ ഭരിക്കുന്ന ഒരു ഭക്തനാകുന്ന ഗുരുനാഥനെ സ്വീകരിച്ച് ഈ പുരുഷ വിഷയത്തേക്കും മനസ്സിനെ പറഞ്ഞയക്കാതെ കണ്ട് ആത്മസ്വരൂപമായ ഈശ്വരനെ മനസ്സിലാക്കാൻ സാധിച്ച മൂഢന്മാരല്ല ആവാതെ കണ്ട് ഈശ്വരനെ സേവിക്കാൻ അഥാവിരോധോനഭവന്തമദ്വധീയജ്ഞാനാദിഭംഗം കൃതി ബദ്ധകാമ. എന്തുകൊണ്ടിത് വരുമെന്ന് ചോദിച്ചാല് ഈ ഉള്ളിലുള്ള ഈശ്വരനെ അറിയാതെ കണ്ട് ഞാൻ ആനന്ദസ്വരൂപിയാണ് എന്നറിയാതെ കണ്ട് ഞാൻ ദേഹമാണ് എന്ന് വിചാരിക്കാം. വാസ്തവം ഞാൻ ദേഹമല്ല എന്നതൊക്കെ രഘുവ സംവാദം കണ്ടിട്ടാണ്. കാരണം പല്ലക്കല്ല കണ്ട് ബ്രാഹ്മണന്റെ ചുമലിൽ വെച്ചിട്ടും ബ്രാഹ്മണൻ പറഞ്ഞത് ഞാൻ പല്ലൊക്കെ ഇട്ടിട്ടില്ല, എന്നെ പഠിക്കാൻ വലിയ കുറെ കാലം രാജാവൊന്നും എനിക്ക് ആവശ്യമല്ല. ഇതൊക്കെ ശരീരകർമ്മമാണ്. ഞാനൊന്നും ചെയ്യണില്ല. ഞാൻ വരുന്ന ആളുമല്ല, പോകുന്ന ആളുമല്ല, ഞാനിവിടെ ഉള്ള ആളാണ്. ഭാവപ്രാപ്തിയ സ്കന്ധത്തിൽ പറഞ്ഞ ജ്ഞാനമാണ് അവിടെ ഉപദേശിക്കുന്നത്. യഥാർത്ഥ ജ്ഞാനത്തെ ഉപദേശിക്കുന്ന ഗുരുനാഥനെ ഈശ്വരനായിട്ടാണ്. ആ മാർഗത്തിൽ കൂടിയിട്ട് ഞാൻ ദേഹമല്ല, ഈ ഇന്ദ്രിയങ്ങളല്ല, ദേഹമല്ല, ഇതൊന്നും അല്ല ഞാൻ. ഇതൊക്കെ കണ്ടെത്തുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്. ദേഹം എന്റേതാണ്, എന്റെ ദേഹത്താണ് പറയുന്നത്. എന്റെ കണ്ണ്, എന്റെ മൂക്ക്, എന്റെ നാക്കെന്നാണ്. കണ്ണിന് വേദനയായാൽ എനിക്ക് കണ്ണിന് വേദനയായി എന്നാണ്. കണ്ണിന്റെ ഉടമസ്ഥനാണ് ഞാൻ, കണ്ണല്ല ഞാൻ. അപ്പൊ ഞാനാരാ? കണ്ണിന്റെ ഉടമസ്ഥൻ എന്റെ കണ്ണ്, എന്റെ മൂക്ക്, എന്റെ കയ്യ്, എന്റെ കാല് എന്നൊക്കെ പറയുന്നുണ്ട്. എന്റേതെന്ന് വെച്ചാൽ ഉടമസ്ഥതയാവുകയുള്ളൂ. ഞാനാരാ? ഞാനാരാ വസ്തു? ഇതൊന്നും അല്ല ഞാൻ. ഇത് ചൈതന്യമായി ശോഭിക്കുന്ന ആളാണെന്ന് ഭാവത്തിലെ ശരീരമല്ല ആത്മാവായിട്ടാണ് ശോഭിക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഉള്ളിൽ ശോഭിക്കുന്ന ആനന്ദമൂർത്തി ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന ഭാവത്തില് അത് മനസ്സിലാക്കാതിരിക്കാൻ ഈ അജ്ഞാനം കൊണ്ടാണ് മനസ്സിലാക്കാതിരിക്കുന്നത്. അത് ശരിയായ ജ്ഞാനത്തെ ഉപദേശിക്കുന്ന ഗുരുനാഥനാണ് അങ്ങ് എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ സ്തുതിക്കുന്നത്. തം ത്വാമഹം ദേവവരം വരേണ്യം പ്രപദ്യൈശം പ്രതിബോധനായ ഭഗവൻ വശോഭി ഗന്ധീ ഹൃദയാൻ വിമുണുസ്വമോദ. കാരണം ശരിയായ ജ്ഞാനം എനിക്ക് മനസ്സിലാക്കിത്തരണം. കാരണം ഇവിടെ ദേവന്മാരെ, ഏറ്റവും ശ്രേഷ്ഠന്മാരായ ദേവന്മാരെ, അല്ലെങ്കിൽ പലമാല മാത്രത്തിൽ ഉപദേശിക്കുന്ന ഗുരുനാഥന്മാരുണ്ടെങ്കിൽ ഈ ജ്ഞാനോപദേശം വേണ്ട പോലെ കേട്ട് അത് വേണ്ട പോലെ അനുഷ്ഠിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അങ്ങയെ തന്നെയാണ് ഗുരുനാഥനായിട്ട് ആശ്രയിക്കുന്നത്.
മറ്റുള്ള ആൾക്കാരുടെ പിന്നാലെ പോയ അബദ്ധം ശരിയായ ഗുരുനാഥൻ അങ്ങ് തന്നെ എന്ന ഭാവത്തിലാണ് തന്ത്വാമഹം ദേവവരം വരേണ്യം വരേണ്യനായ ദേവന്മാര് പോലും ബഹുമാനിക്കുന്ന സർവേശ്വരനായ അങ്ങയെ തന്നെ ഞാൻ ആശ്രയിക്കുന്നു. പ്രപദ്യ ഈശം പ്രതിബോധനായ അങ്ങയെ തന്നെ ഞാൻ ആശ്രയിക്കുന്നു എന്നാണ്. കാരണം എന്നെ രക്ഷിക്കാൻ അങ്ങനെ മാത്രമേ സാധിക്കൂ. ഈ കൂടുതൽ അജ്ഞാനമാകുന്ന അജ്ഞാനത്തെ ഇല്ലാതാക്കിയിട്ട് ശരിയായ ജ്ഞാനം ഉദിപ്പിക്കണേ, ആ പരമജ്ഞാനത്തെ എന്നിൽ പ്രകാശിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ അജ്ഞാനത്തെ ഇല്ലാതാക്കി അന്ധകാരത്തെ ഇല്ലാതാക്കി ശരിയായ ജ്ഞാനത്തെ അവിടെ കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുനാഥനായ മത്സ്യമൂർത്തിയെ സത്യവ്രത മഹാരാജാവ് നമസ്കരിച്ചു. ഇത്യുക്തവന്തം ഭഗവാനാദിപൂരുഷ മത്സ്യരൂപീ മഹാംബോധോ വിഹരം തത്വമദ്രവിൽ. ഇങ്ങനെ രാജാവ് ഭക്തോടുകൂടി ഭഗവാൻ സ്തുതിച്ചു. മത്സ്യമൂർത്തിയെ സ്തുതിച്ചു കഴിഞ്ഞ് ഈ പ്രളയകാലത്ത് മുഴുവൻ മത്സ്യമൂർത്തിയോട് കൂടിയിട്ട് സപ്തർഷികളോട് കൂടിയിട്ട് ഈ തോണിയിൽ സഞ്ചരിച്ചു. അപ്പൊ യഥാർത്ഥ ജ്ഞാനത്തെ ഭഗവാൻ മത്സ്യമൂർത്തി മഹാരാജാവിന് ഉപദേശിച്ചു കൊടുത്തത് ശരിയായ ജ്ഞാനം ഇതാണ്. മത്സ്യപുരാണം ശരിയായ ജ്ഞാനത്തെ ഭഗവാൻ തന്നെ, ശരിയായ തത്വത്തെ മത്സ്യമൂർത്തി തന്നെ ഇവിടെ സത്യവ്രത മഹാരാജാവിന് ഉപദേശിച്ചു കൊടുത്തു. ആ പുരാണ സംഹിതം ദിവ്യം സാഖ്യയോഗക്രിയാവതീം സത്യവ്രതസ്യ രാജഋഷേരാത്മഗുഹ്യമശേഷതം. ഭഗവാൻ ഉപദേശമാണ്. പ്രത്യേകമായിട്ട് മത്സ്യപുരാണത്തിലെ കുറേ അധ്യായങ്ങളായിട്ട് അതിലും പ്രധാനമായിട്ട് പറയുന്നത് ഭക്തി, ജ്ഞാനം, കർമ്മം, ഈ 3 യോഗമാണ് പറയുന്നത് പ്രധാനമായിട്ട്. ആ പുരാണത്തിൽ പ്രധാനം പറയുന്നത് സാഖ്യയോഗ ക്രിയാവതീന. സാഖ്യയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം, ഇതാണ് അവിടെ സ്വരൂപത്തെ വേണ്ട പോലെ ഭഗവാൻ ബോധ്യപ്പെടുത്തി. അങ്ങനെ പുരാണത്തെ നിർമ്മിച്ച രാജർഷിയായ സത്യവ്രത മഹാരാജാവിന് മത്സ്യം തന്നെ ശരിയായ ജ്ഞാനത്തെ ഉപദേശിച്ചു കൊടുത്തതാണ്. ഞാൻ ശരിയായ ജ്ഞാനം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ മത്സ്യപുരാണം വായിക്കും. കുറേ അധ്യായങ്ങളെ കൊണ്ടാണ് മത്സ്യപുരാണം. അത് വായിക്കാൻ സമയമുണ്ടാവില്ല. ഒക്കെ പ്രധാനമാണ്. മത്സ്യപുരാണം ഓർമ്മയൊക്കെ പ്രധാനമാണ്. ഒക്കുടി നോക്കാനുള്ള ആയുസ് നമുക്കില്ല, ബുദ്ധി നമുക്കില്ല, ജ്ഞാനം നമുക്കില്ല, ഒന്നും നോക്കണ്ട. ഞാൻ കല്യാണത്തെ സ്കന്ദപുരാണം വായിച്ചിട്ട് അവിടെ ആൾക്കാർ വായിച്ച് എന്നോട് വരാൻ പറഞ്ഞു. ഞാൻ ഒരു ദിവസം പോയി അവിടെ സ്കന്ദപുരാണം ഭക്ഷണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 4 കൊല്ലം മുമ്പേ അക്ഷമയ്യാൻ കിട്ടൂടാ. ഒരു 10 ദിവസം പോയി. അന്ന് ആ രമണസ്വാമി അവിടെ വായിക്കാൻ എൻ്റെ പുസ്തകം പറഞ്ഞു. ഞാൻ വായിക്കുന്നില്ല, ഞാൻ വായിച്ചിട്ടില്ല, എനിക്കറിയില്ല വായിച്ച. അത് വളരെ പ്രധാനമാണ്. അല്ലാണ്ട് കൂടി നോക്കാനുള്ള ബുദ്ധിയൊന്നും നമുക്കില്ല. ധാരാളം നോക്കാനുള്ള ബുദ്ധിയില്ല, ആയുസ്സുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് മത്സ്യപുരാണം വളരെ പ്രധാനമാണ്. ഭഗവാൻ തന്നെ ഉപദേശിച്ചു കൊടുത്തതാണ്. പുരാണ സംഹിത ദിവ്യാം ഭാഗ്യയോഗക്രിയാവതീം സത്യവ്രതസ്യ രാജഋഷേരാത്മഗുഹ്യമശേഷ. ആത്മാവിനെ പറ്റി അവിടെ വിസ്തരിച്ച് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് മത്സ്യപുരാണം. ഉത്കൃഷ്ടമായ ഗ്രന്ഥം തന്നെയാണ്. അത് വായിക്കാൻ എല്ലാ സംശയവും തീരുന്ന അശ്രവശീതുഷിസാഗമാത്മതത്വമസംശയം നാവ്യാസീനോ ഭഗവതാ പ്രോക്രം ബ്രഹ്മസനാതനം. ഭഗവാൻ തന്നെ നേരിട്ട് ഉപദേശിച്ചു കൊടുത്തു. ആത്മസ്വരൂപത്തെ വ്യക്തമാക്കിയിട്ട് അവിടെ പറഞ്ഞു കൊടുത്ത സംശയങ്ങളെ മുഴുവൻ തീർത്ത് ഒരു സംശയവും ഇല്ലാത്ത രൂപത്തിലെ രാജാവിനെ ഉയർത്തിക്കൊണ്ടുവന്നതാണ്. സത്വത മഹാരാജാവിന് ഒരു സംശയം ശേഷിക്കാതെ എല്ലാം പൂർണ്ണമായി ജ്ഞാനത്തെ ഉപദേശിച്ചു കൊടുത്തു. അദ്ദേഹം എഴുതി വാങ്ങിയിട്ടൊന്നുമില്ല. തോണിയിലാണ് സഞ്ചരിക്കുന്നത്. സപ്തഋഷികളാണ് സാക്ഷികളായി കേൾക്കുന്നത്. അവരറിയുന്ന ആൾക്കാരാ. ഭഗവാൻ ഇദ്ദേഹം ഓരോ സംശയം ചോദിക്കുമ്പോൾ ശരിയായ ഉത്തരം ഈ തോണിയിൽ കൂടി സഞ്ചരിക്കുമ്പോഴാണ്
പറഞ്ഞു കൊടുക്കുന്ന ഭഗവാൻ പറഞ്ഞു. അങ്ങനെ കേൾക്കാൻ ബാധിച്ചു, മുഴുവൻ മനസ്സിലാക്കാനും രാജാവ് മുഴുവൻ കേട്ടു എന്നാണ് ഇവിടെ മനസ്സിലാക്കിയെന്ന് ഭാഗവതം പറഞ്ഞു. കേട്ട് ഭഗവാന്റെ തിരുമുഖത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഭഗവാന്റെ അറിവുണ്ടാവും. ഞാൻ കേട്ടതോർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ എന്ന് അനുഗ്രഹം ഉണ്ടാവും. അങ്ങനെ മുഴുവൻ കേൾക്കാൻ സാധിച്ചു. ആ വളരെ പ്രധാനപ്പെട്ട ഒരു പുരാണം തന്നെയാണ് മത്സ്യപുരാണം. ഭഗവാൻ തന്നെ നേരിട്ട് ഉപദേശിച്ചതാണ്. അതീത പ്രളയാമായ ഉദ്ധിതായ സമേധസേ ഹത്വാസുരം ഹയഗ്രീവം വേദാൻ പ്രത്യാഹരധരി. ഈ മത്സ്യമൂർത്തിയാണ് ബ്രഹ്മദേവന്റെ മുഖത്തൊന്നും വേദത്തെ കൊണ്ടുപോയുള്ള വേദങ്ങളെ കൊണ്ടുപോയുള്ള ഹയഗ്രീവനെ ഭഗവാൻ വധിച്ചു. മത്സ്യമൂർത്തി വധിച്ച് വേദത്തെ ബ്രഹ്മദേവന് തന്നെ തിരിച്ചു നൽകിയതാണ്. വേദം വെച്ചാൽ അറിവ് മാത്രം. ഈ അറിവിനെ ആരാ വാസ്തവം കൊണ്ടുപോകുന്നത്? കുറച്ചങ്ങനെ പഠിക്കുമ്പോഴേക്ക് ആരാ നിശ്ചയില്ലാത്ത അവസ്ഥ അല്ലേ? കുറച്ചങ്ങനെ പഠിക്കുമ്പോഴേക്ക് ആരാ നിശ്ചയില്ലാത്ത അവസ്ഥയാണ്. ഒരു അഹങ്കാരികളായിട്ടും മാറുന്നായ ഒരു വായനയ്ക്ക് പോയപ്പോൾ അവർ ബ്രാഹ്മണൻ നിർത്തി എന്നാ വായിക്കുന്നത്. ഞാൻ ഒറ്റമുണ്ടേ കൊടുത്തിട്ടുള്ളൂ, ഡബിളും കൊടുത്തിട്ടില്ല. ഇത് കഴിഞ്ഞ് വായന ഞങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഇല്ലത്തേക്ക് വരണം. അപ്പോഴാണ് ബ്രാഹ്മണനാണ് മനസ്സിലായത്. നേരത്തെ ആൾ ഇരുന്നിട്ടുള്ളൂ. എന്നാലും ഞങ്ങൾ പുള്ളി കഴിയുമ്പോൾ അദ്ദേഹം വണ്ടി കൊടുത്തേച്ചു. ഞങ്ങൾ പോകുന്നത് എത്തിയപ്പോഴാണ് മനസ്സിലായത്. അദ്ദേഹം എന്നിട്ടും അവിടെ ഇല്ലത്തെ നേരത്തെ അദ്ദേഹം ഇരുന്നിട്ടുള്ളൂ. കസാല ഇരുന്നിട്ട് ഞങ്ങളെ കസാല കെട്ടിരുത്തി. അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരായി പെൻഷനായ ആളാണ്. 14 PG കഴിഞ്ഞ ആളാണ്. 14 PG നേടിയ ആളാണ്. അവിടെ ആ സന്ദർഭത്തിൽ LLBക്ക് പഠിക്കുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എന്നോട് പഠിക്കുകയാണ്. ഈ PG എടുത്ത കൂട്ടത്തിൽ സംസ്കൃതം ഒരു PG എടുക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഭാഗവതം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഭാഗവതം മനസ്സിലാക്കാൻ സംസ്കൃതം വേണ്ട. ഭാഗവതം മനസ്സിലാക്കാൻ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം മാത്രമേ ഉള്ളൂ. ഒട്ടും സംസ്കൃതം അറിയാത്ത നന്നായി കൈകാര്യം ചെയ്യുന്നില്ലേ? അപ്പൊ സംസ്കൃതം അല്ല, ഭക്തിയാണ് വേണ്ട. 14 PG കഴിഞ്ഞു. അതും നാഷണൽ അവാർഡ് 2 പ്രാവശ്യം വാങ്ങിയ ആളാണ്. അധ്യാപന അവാർഡ് വാങ്ങിയ ആളാണ് അദ്ദേഹം. ആദ്യമാരും അതുപോലെ 4 PG കഴിഞ്ഞ ആളാണ്. അവർക്കും ഡോക്ടറേറ്റ് ഉണ്ട്, ഇദ്ദേഹത്തിനും ഡോക്ടറേറ്റ് ഉണ്ട്. എന്നിട്ടും വിദ്യാവിതാതി വിനയം നിരത്തി. അപ്പൊ അറിവുണ്ടാവും തോറും വിനയമാണ് വേണ്ടത്. ഇവിടെ കുറച്ച് പഠിക്കുമ്പോഴേക്ക് അധികം പോകുന്ന അഹങ്കാരിയായി പോകണം. അങ്ങനെ ആ അഹങ്കാരത്തെ മുഴുവൻ ഇല്ലാതാക്കി ശരിയായ ജ്ഞാനത്തെ തരുന്ന മത്സ്യമൂർത്തിയായ ശ്രീഹരിയെ നമസ്കരിക്കുക. ഹയഗ്രീവനെ വഹിച്ച് വേദത്തെ വീണ്ടെടുത്ത് ബ്രഹ്മദേവന് കൊടുക്കുന്നു കാണിച്ചു. സതുഭക്തോരാജ ജ്ഞാനവിജ്ഞാന സംയുത വിഷ്ണു പ്രസാദാൽ കൽപ്പേസ്മിന്നാസിവയവസ്വധോമനു. എല്ലാ ജ്ഞാനവും നേടാൻ സാധിച്ചു അദ്ദേഹത്തിന്. അതേപോലെ തന്നെ അതും ജ്ഞാനവിജ്ഞാന സംയുതം. ജ്ഞാനം മാത്രമല്ല, ജ്ഞാനം വിജ്ഞാനത്തോടുകൂടി വിശേഷപ്പെട്ട ജ്ഞാനത്തോടുകൂടി നേടാൻ സാധിക്കുന്ന ജ്ഞാനം, വിജ്ഞാനം, വൈരാഗ്യം, ഭക്തി 4 ഭാവം നേടാൻ ഭക്തി 4 വേറെ പറയുന്നുണ്ട്. ജ്ഞാനം എന്താ സാധാരണയ്ക്ക് മനസ്സിലാക്കലാണ് ജ്ഞാനം. വിജ്ഞാനം വിശേഷേണ മനസ്സിലാക്കലാണ് വിജ്ഞാനം. ഒരു വസ്തു കണ്ടാൽ ദൂരത്ത് കണ്ടാൽ പാത്രത്തിൽ അടച്ചു വെച്ചിട്ടുണ്ട്. ഈ പാത്രം തുറന്നപ്പോൾ മനസ്സിലായി ഇത് കാലടയാണ്. മനസ്സിലായത് ജ്ഞാനാണ്. പിന്നെ എന്തുകൊണ്ട് ഉണ്ടാക്കി ഇങ്ങനെ ഓരോരോ വസ്തുക്കളും വേറെ വേറെ കണ്ട് മനസ്സിലാക്കലാണ് വിജ്ഞാനം. ഇത് കണ്ടാൽ ഛർദ്ദിക്കാൻ തോന്നലാണ് വൈരാഗ്യം. തോന്നണ കാലം പ്രപഞ്ച വിഷയത്തോട് വെറുപ്പ് വരാം. നമുക്ക് വെറുപ്പ് വരാറുണ്ടെന്നാണ് അർത്ഥം. വരാറൊക്കെ ഉണ്ട് ആൾക്കാർ. കാരണം പെട്ടെന്ന് രാവിലെ കുടിയൊക്കെ കഴിഞ്ഞ് നല്ല വസ്ത്രവും ധരിച്ച് വാഹനത്തിൽ കയറി അമ്പലത്തിൽ പോകുമ്പം മുമ്പിലിരിക്കുന്ന ആള് ഛർദ്ദിച്ചാലോ? നമ്മളെ നല്ല ഷർട്ടൊക്കെ ആയിട്ട് പോകുമ്പോൾ ആ മുമ്പിലത്തെ ആള് ഛർദ്ദിച്ചാൽ നമുക്കൊരു വെറുപ്പ് വരും.
മാംസം കഴിച്ചിട്ട് ഛർദ്ദിക്കാവില്ലല്ലോ. അത് നമ്മളെ മുഖത്തേക്കായാലോ എത്ര സ്വത്ത് വെച്ചാലും പോരാന്ന് ഒരു വെറുപ്പ് പോലെ ഇതുപോലെ പ്രപഞ്ച വിഷയത്തോട് മുഴുവൻ വെറുപ്പ് വരലാണ് വൈരാഗ്യം. ഭക്തി എന്താന്ന് ചോദിച്ചാൽ ഒരു ബുദ്ധിമുട്ടില്ല. ആ പായം ഒരു കാസാക്കി കഴിക്കുക, അതാണ് പറ്റിയ മാർഗം എന്നാണ്. ഇവിടെ ജ്ഞാനത്തോടു കൂടി ജ്ഞാനം സമ്പാദിക്കാൻ മഹാരാജാവിന് സാധിച്ചു എന്നാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, എന്ന് കഴിവുകൊണ്ടല്ല, വിഷ്ണു പ്രസാദാനം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചു. അതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം സൂര്യപുത്രനായ മനുവായി മാറി, ശ്രാദ്ധദേവ മനുവായിട്ട് മാറി. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വലിയ പദവിക്ക് എത്തിക്കഴിഞ്ഞ മനുവായിട്ട് മാറി. സത്യവ്രതസ്യ രാജഋഷേർമായാമർത്യസ്യ ശാന്തിന സംവാദം മഹദാഖ്യാനം കൃത്വാ ഉച്ഛേദനിർഭിഷാൽ. ഈ രാജഋഷിയായ മഹാരാജാവിന്റെ കഥ മത്സ്യമൂർത്തിയായുള്ള സംവാദം, മത്സ്യമൂർത്തിയും രാജഋഷിയായുള്ള സത്യവ്രതമുള്ള സംഭാഷണത്തെ, മത്സ്യപുരാണത്തെ കേൾക്കുക അല്ലെങ്കിൽ അത് വായിക്കുക, അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഉണ്ടാകുന്നത് ഈ സംവാദം മഹദാഖ്യാനം ഉച്ഛേദ കീർത്തിഷാണ്. അതാണ് കേൾക്കാൻ സാധിച്ചാൽ എല്ലാ പാപത്തിൽ നിന്നും മുക്തനാണ്. അപ്പൊ മത്സ്യമൂർത്തിയാണ് സ്മരിക്കുക, സത്യവ്രത മഹാരാജാവിനെ സ്മരിക്കുക. അവർ തമ്മിലുള്ള സംഭാഷണമാണ് മത്സ്യപുരാണം. അത് സ്മരിക്കാൻ സാധിക്കാൻ ഒന്നും പറ്റിയില്ലെങ്കിൽ മത്സ്യമൂർത്തിയാണ് നമസ്കരിക്കുക. ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എല്ലാ പാപവും ഇല്ലാതെയാവുന്ന അത്ര മഹാത്മ കഥയാണ് മത്സ്യാവതാര കഥ. അവതാരോ ഹരേയോയം കീർത്തയേതന്വഹന്നര സങ്കൽപ്പാസ്തസ്യ സിദ്ധ്യന്തി സയാതി പരമംഗതി. ചില ആൾക്കാർക്ക് ഈ അധ്യായം കാണാതെ പഠിക്കാൻ മത്സ്യാവതാരം കാണാതെ പഠിക്കാക്കിയിട്ട് ഇങ്ങനെ നിത്യേന അങ്ങനെ നിത്യേന വായിക്കുകയാണെങ്കിൽ, ഭഗവാനെ സ്മരിക്കുകയാണെങ്കിൽ എല്ലാ സങ്കല്പങ്ങളും പോലും ശുദ്ധമായി തീരുന്ന, എല്ലാ പാപത്തെയും ഇല്ലാതാക്കുന്നത് മാത്രമല്ല, ഇത് നിത്യേന ഈ അധ്യായം വായിക്കാൻ കേൾക്കുക ചെയ്യുകയാണെങ്കിൽ അവന്റെ സങ്കല്പ എല്ലാ സങ്കല്പവും സാധിക്കും. നല്ലതാണെങ്കിൽ സങ്കല്പം നല്ലതാവും, അതാണ് പറയാൻ കാരണം. വേണ്ടാത്തത് ചിന്തിക്കാൻ തോന്നില്ല. പിന്നെ അതാണ് വേണ്ടാത്തൊന്നും ചിന്തിക്കാൻ തോന്നാതെ കണ്ട് എല്ലാ സങ്കല്പങ്ങളും സാധിക്കും ചെയ്യും. അവസാനം സിദ്ധ്യതി പരമാഗതി, പരമമായ ഗതിയെ ഭഗവാനോട് കൂടാനും സായുജ്യം നേടാനും സാധിക്കുന്ന ഭാഗവതം കാണിച്ചു. കേട്ടോടുകൂടി ഗംഗാധര ഋഷീശ്വരന്മാര് മുഴുവൻ ശ്രീശുകന്റെ നേതൃത്വത്തില് പരീക്ഷത്തിനോട് കൂടി മത്സ്യമൂർത്തിയായ ശ്രീഹരിയെ നമസ്കരിക്കാൻ ചെയ്യുന്നത്. അതും പ്രളയമയസിധാതും സുപ്രശക്രേർമുഖേഭ്യ ശ്രുതിഗണമപനീതം പ്രത്യുവാദാദിജം അകഥയത്യോ ബ്രഹ്മസത്യവ്രതാനാം തമഹമഹിരഹേതും ജിംഹമീനന്നോസ്മി. അതും പ്രളയമയസിധാതു പ്രളയകാലത്ത് ബ്രഹ്മദേവന്റെ മുഖത്തൊന്നും വേദത്തെ കൊണ്ടുപോയിട്ടുള്ള ഹയഗ്രീവനെ വധിച്ച് വേദത്തെ വീണ്ടെടുത്ത് ബ്രഹ്മദേവന് കൊടുത്തു. അതുപോലെ സത്യവ്രത മഹാരാജാവിന് വേണ്ട പ്രളയത്തെ കാണിച്ചു കൊടുത്ത് ആത്മതത്വത്തെ വേണ്ട പോലെ ഉപദേശിച്ച് ബോധ്യപ്പെടുത്തി മഹാരാജാവ് എല്ലാ സംശയങ്ങളും തീർത്ത് അദ്ദേഹം മായെന്നും മോചിക്കാൻ സാധിച്ചു. മഹാരാജാവിന് ഈ സംശയം നിന്നും മായെന്നും മോചിച്ച് സർവേശ്വരനായ ഭഗവാൻ അനുഗ്രഹം നേടാൻ സാധിച്ചു. അങ്ങനെ വേണ്ട ഉപദേശം കൊടുക്കാൻ സാധിച്ച ശ്രീഹരിയെ അവിടെയുള്ള എല്ലാവരും കൂടി നമസ്കരിക്കും. എല്ലാവരും കൂടി മത്സ്യമൂർത്തിയായ ശ്രീഹരിയെ തമഹമഖിലഹേതും ബ്രഹ്മവീരന്നോസ്മി നമസ്കരിച്ചുകൊണ്ടാണ് മത്സ്യാവതാരം അഷ്ടമസ്കന്ധം സമാപിച്ചു. ഈ മത്സ്യമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ രാജാവ് മനുവായി മാറിയത്. ആ മനുവിന്റെ വംശമാണ് നവമസ്കന്ധം 24 അധ്യായം വർണ്ണിക്കുന്ന മനുവിന്റെ വംശം. അത് കൂടി യോജിപ്പിക്കണമെന്നാണ്. എന്നാലേ പൂർണ്ണമാവും. ഈ 24ാമത്തെ അധ്യായം കഴിഞ്ഞാൽ നവമം തിരിഞ്ഞി. അപ്പൊ നവമത്തില് പരിണതം
ആസ്വദിച്ച് കേൾക്കാൻ 24 അധ്യായം വളരെ പ്രധാനമാണ്. ഈശാനവധ എന്ന് കാണിക്കുന്ന 24 അധ്യായ ഈശ്വരനെ അനുസന്ധാനം ചെയ്ത രാജാക്കന്മാരുടെ കഥകളാണ്. അത് സൂര്യവംശവും സോമവംശവും. സൂര്യവംശത്തിലെ രാജാക്കന്മാരെ കൂട്ടത്തിലെ ശ്രീരാമന്റെ കഥ അവിടെ വർണ്ണിക്കുന്നു. സോമവംശത്തിലെ രാജാക്കന്മാരെ കൂട്ടത്തിലെ ശ്രീകൃഷ്ണന്റെ കഥയും. അപ്പൊ ശ്രീരാമന്റെ കഥ, ശ്രീകൃഷ്ണന്റെ കഥ, അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നവമസ്കന്ധം അത് ഈ വായിക്കാൻ പോകുന്നത്. വായിച്ച് പറയട്ടോ, വായിച്ച് പറയാൻ അതെങ്ങനെ ചാവാ? അതെ അതെ വായിക്കാം. എന്നാ പിന്നെ ഒരു 5 മിനിറ്റ് പറയാം. വായിച്ചാൽ 5 മിനിറ്റ്. അതെ. ഹരേ നാരായണ 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 ഹരേ നാരായണ. ഗുരുവായൂരപ്പ കേവലം 38 ദിവസത്തേക്ക് കൂടി നമ്മൾ കണക്കാക്കി വെച്ചിരിക്കുന്നതായ ഭാഗവത സമര്യ ഇന്ന് 5ാമത്തെ ദിവസം മീനമാസം 1-ാം തീയതി മഹാദേവന്റെ 30 തിങ്കളാഴ്ച കാശി വിശ്വനാഥൻ രുദ്രാക്ഷമാലയിൽ തീർത്ഥം കൊണ്ടുവന്ന് അനുഗ്രഹിച്ച ആ പുണ്യാത്മാവിൻ്റെ പരമ്പരയിൽ നിന്ന് നമുക്കിത് കേൾക്കാൻ പറ്റുന്നതായ ഭാഗ്യം. ഇതെല്ലാം ഈ 30 തിങ്കളാഴ്ചയുടെയും ആ ശിവരാത്രിയുടെയും കൂട്ടി വായിക്കുമ്പോഴാണ് ഇതെന്താണെന്നുള്ളത് അനുഭവിക്കാൻ അറിയില്ല, പക്ഷെ അറിയാൻ പറ്റും, കേൾക്കാനെങ്കിലും പറ്റും. അതും വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു ഭാഗ്യമാണ്. ആചാര്യൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ 15 പോസ്റ്റ് ഗ്രാജുവേഷൻ വാങ്ങിയിട്ട് ഒരു ഡോക്ടറേറ്റ് കിട്ടിയിട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായി വിരാമം ചെയ്ത് 4 പോസ്റ്റ് ഗ്രാജുവേഷനും ഡോക്ടറേറ്റും നേടിയിട്ടുള്ള ഒരു പത്നിയോടുകൂടി ജീവിക്കുന്ന ആ ദമ്പതികൾക്ക് സംസ്കൃതം കിട്ടിയിട്ടില്ലെങ്കിലും ഭാഗവത കഥ പറയുന്ന, ഭാഗവത കഥ പാടുന്ന, ഭാഗവതത്തോട് ബന്ധപ്പെട്ട പുണ്യാത്മാക്കളെ തൻ്റെ ഗൃഹത്തിലേക്ക് സ്വീകരിക്കാനുള്ളൊരു ഭാഗ്യം അത് മനസ്സറിഞ്ഞ് കൊടുത്ത ഭഗവാനെ നമുക്ക് നമസ്കരിക്കാം. ഇത് പറയുന്ന സമയത്ത് തന്നെ ഒപ്പം പറയാൻ വേറൊരു വാക്ക് ഓർമ്മ വന്നു, അതുകൊണ്ടപ്പോൾ ഇത് പറയേണ്ടി വന്നത്. കലിയുഗത്തിലെ കഥ പറയുമ്പോൾ ശ്രീമദ് ഭാഗവതം പറഞ്ഞു തരുന്നു, ധർമ്മം വക്ഷ്യന്തി അധർമ്മജ്ഞ. എത്ര കേമായിട്ടാണ് വേങ്ങിയത് പറയാറുള്ളത് നിശ്ചണ്ടോ? എന്നുള്ളത് പ്രഹ്ലാദന്റെ സ്തുതിയിൽ 2 പ്രാവശ്യം വരുന്നുണ്ട് തോന്നുന്നു. കേമായിട്ട് അറിവുള്ള ആളെയാണ് ജ്ഞ എന്ന് പറയുക. ഇവിടെ കേമായിട്ട് അറിവിനെ അദ്ദേഹം പറഞ്ഞത് അധർമ്മത്തിനെ കേമായിട്ട് അറിയുന്ന ആൾക്കാർ ധർമ്മമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് കലിയുഗത്തിൻ്റെ ഒരു ലക്ഷണം എന്നാണ് അദ്ദേഹം പറയാറുള്ളത്. അധർമ്മത്തിനെ കേമായിട്ട് അറിയും എന്ന് പറഞ്ഞാലോ ധർമ്മം എന്താണെന്ന് ഒട്ടും അറിയില്ല. അവരിങ്ങനെ കേമായിട്ട് ആ അധർമ്മം അങ്ങനെ പറഞ്ഞ് അത് ധർമ്മമാണെന്ന് പറഞ്ഞ് നടക്കുന്നതായ ആ കാലം കണ്ടാൽ അത് അനുഭവിക്കാൻ പറ്റിയാൽ അപ്പം തിരിച്ചേക്കാം ഇത് കലിയുഗമായി. അത് തിരിച്ചറിയാറാവണമെന്നുണ്ടെങ്കിൽ ആചാര്യൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഭഗവാന്റെ അനുഗ്രഹമാണെന്നുള്ളത് തിരിച്ചറിയാറാവണ്ടേ. ഏതായാലും ഈ പുണ്യമായ 30 തിങ്കളാഴ്ച ദിവസം ആ കാശി വിശ്വനാഥൻ്റെ ഒരു അനുഭവം കൂടി കൂട്ടി അനുഗ്രഹിച്ചെന്ന ആചാര്യപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ആ സർവവിജ്ഞാനങ്ങളെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യമൂർത്തിയെയും അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതായ സപ്തർഷികളെയും സത്യവ്രത മഹാരാജാവിനെയും നമസ്കരിച്ച് നമുക്ക് ആചാര്യൻ പറഞ്ഞ കൂട്ടത്തിൽ 24 അധ്യായങ്ങളിലെ സൂര്യ സോമവംശങ്ങളെ അനുഗ്രഹിക്കുന്ന നവമസ്കന്ധത്തെ അധ്യായം വായിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ ആചാര്യൻ കഥ തുടങ്ങി വെക്കട്ടെ. ഹരേ ഗുരുവായൂരപ്പ. ശ്രീമദ് ഭാഗവത മഹാപുരാണേ നവമസ്കന്ധേന പ്രഥമോധ്യായ. ഓർമ്മ വന്നപ്പോൾ പെട്ടെന്നൊരു കാര്യം കൂടി പറയേണ്ടി വന്നു. ഇതിലത്തെ കഥകളൊക്കെ ഒരിക്കലെങ്കിലും ഒന്ന് കേൾക്കാൻ സാധിക്കുന്നത് വളരെ വളരെ ദുർലഭമായിരിക്കും, വളരെ ഭാഗ്യമായിരിക്കും. കാരണം നേരത്തെ സൂചിപ്പിച്ച കൂട്ടത്തിൽ കൃഷ്ണാവതാരത്തിൻ്റെ കൊട്ടും മേളവും വാദ്യവും ഉണ്ണിയൂട്ടും ഊഞ്ഞാലാട്ടവുമാക്കാൻ വേണ്ടി പോകുന്ന ഭാഗവത വേദികളിൽ നമ്മൾ കേൾക്കേണ്ടതായ കഥകൾ മാത്രമേ ദശമസ്കന്ധത്തിന് മുമ്പേ ശ്രീശുഖബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ നവമസ്കന്ധത്തിൻ്റെ മാഹാത്മ്യം
ഒരിക്കലെങ്കിലും അനുഭവപ്പെടുത്തി തന്നെ ഗുരുവായൂരപ്പാന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ തിരഞ്ഞെടുത്ത് വേങ്ങേരിയുടെ ഭാഗവത വേദിയിലേക്ക് എത്തിച്ചിരിക്കുന്ന ശ്രോതാക്കൾക്ക് എല്ലാവർക്കും കൂടി മത്സ്യമൂർത്തിയായ ഗുരുവായൂരപ്പനെ ഒരിക്കൽ കൂടി നമസ്കരിക്കാം. ഹരേ. അഥ പ്രഥമോധ്യായ. രാജോവാച മന്വന്തരാണി സർവാണി ത്രയോക്കാനി ശ്രുതാനി മേ വീര്യാണി അന്തവീര്യസ ഹരേസ്തത്കൃതാനി ച യോസോ സത്യവ്രതോ നാമ രാജർഷിദ്രവിടേശ്വര ജ്ഞാനം യോ ദീനകൽപ്പാന്തേനേ പുരുഷദേവയ സമയ വിവസ്വതപുത്രോ മനരാസേനേശ്വരം त्वत्तस्तस्य सुधाश्रोत्रोइक्ष्वाकुपुङ्खान् नृप तेषां पञ्चमृतब्रह्मन् पञ्चयानीतानि च कीर्ते स्वमहाभागा नित्यं शुश्रूषतां हिना ये भूता ये भविष्याश्च भवन्त्यद्यतनाश्च ये तेषां न पुण्यकीर्तीनां सर्वेषां मदविक्रमान् सूत उवाच एवं परीक्षितारण्या सदसि ब्रह्मवादिनां कृष्णप्रोवाच भगवान् शुकः परमधर्मविल् श्रीशुक उवाच श्रूयतां मानवोऽंश प्राचुर्येण वनन्तवा न शक्यते विस्तरतो वस्तुमक्षरपरिषदतिरपि परावरेषां भूतानामात्माय पुरुषपरा स एवासीरीरं विश्वकल्पान्ते न किञ्चन तस्य नाभे समभवत् पद्मकोशो हिरण्मया तस्मिन् यज्ञे महाराजा स्वयंभूश्चतुरानन मरीचर्मनसस्यज्ञे तस्यापि कश्यप रक्षायण्यां प्रतोदित्यां विवस्वान् भवत्सुता ततो मनुष्यात्तरेव सज्ञायामास भारता श्रद्धायां धनयासादशुत्रान् स आत्मवान् इक्ष्वाकुदृगशर्यादि दिष्टधृष्टकरुषवान् नरिष्यन्तं श्रद्रं च नवगं च नवीं विभु कविं विभो अप्रदस्य मनोपूर्वमशेषो भगवान् किला मित्रावर्णयोरिष्ट्यं प्रजात्मगिरोप्रभो तत्र श्रद्धामनोपत्न्ये होदायं समयाजुता द्वित्रात्मोपागम्या निवत्या पयोव्रता प्रेरितोद्वरिणा होदा ध्यायं सल्सुतमाहिरा विषये व्यजलतेनां षट्कारपुण्डान्युजा विरणञ्जुजा होदस्तद्विचारेणा कन्याणां सा भवते तामिलोक्यमनुप्राः नादिहरिष्टमनागुरं भगवन् गिरिदं जातं कर्मवो ब्रह्मवादिनां विवदे महो कष्टं नैव स्यात् ब्रह्मविक्रिया योऽयं मन्त्रविदो युक्तास्तमसा दग्धकल्पिषा उदा सङ्कल्पविषम्यम् अनर्धं निपदे शिवा तन्निशम्यवदस्तस्या भगवान् प्रपितामहः बोधोर्व्यतिक्रमं ज्ञात्वा वाशैर्यविनन्दनम् एतत्सङ्कल्पविषमं होदस्ते विचारदा तदा विसादयिष्येते सुप्रजास्त्वं सुतेजसा एवमेव शिवराजन् भगवान् समहाय च अस्तौषीयदादिवृषभ्याया पुंस्वामया तस्मै कामोदं दुष्टो भगवान् हरिरीश्वरा ददा विवा भवन्तेन सुद्यप्नपुरुषर्षभा स एकदा महाराज विजयन्मकयामने प्रकृतिवयामात्ये लक्ष्मारुह्य सैन्धव प्रगृह्य विजयं जापं जनांश्च परमात्पुरान् दंशितोर्मृगं वीरो जगामनुसुन्तरा स कुमारो वनमेरो राधस्ताल्प्रवेशः यत्रास्ते भगवान् सर्वोरमाणस्य होमया तस्मिन् प्रविष्टे वासौ सुकृत्नपरवीरः अवश्यस्य महात्मानमश्वं जगवान्द्रभा तदा तद्मृगा सर्वे आत्मनिर्विपर्यं दृष्ट्वा विमनसो भूवद्वीक्षमाणा परस्परं राजोवाच कथमेवं गृहे शक्येन वा भगवन् कृता कृष्णवेदं समाचक्ष्वा परमगुरूहमिना श्रीशुभोवाच एकदागच्छं दृष्ट्वा मनुष्यस्तत्र सुप्रदा दिशो विजयवासः कुर्वन्तः स्वमुपागमन् तान् विलोक्य अम्बिकादेवी विवासा प्रीडिता वृषं गङ्गासमुत्थायानि विमशुद्धविजगात् ऋषयो विजयोपेक्षां सङ्कर्माणयो निवृत्ता प्रयुस्तस्मान् नारायणाश्रमं तादेवं भगवानः प्रियाय प्रियम्या स्थानं च प्रविशेदे दल्सवयोषिद्भवेदिरे ततो गमनं तल्पै वृषावजेन्दे सा चानन्दरसंयुक्ता जया रमणात्मनम् आदरामास्माभ्यासे चरन्ते भगवत्मां श्रीवे परिवृतां देश्या चकमे भगवान् बुधा साविदां चकमे सुप्रियो सोमराजसोदम्बरे तत्सदस्यां जनयामासा गुरुरवसमात्मजम् एवं श्रीत्वनिप्राप्ता सुधिग्नो मानवो निर्वासस्मारशूलाचार्यमशेषदेशु क्षमा सदस्यतां दयां दृष्ट्वा कृपयाविपीडिता सुधिग्नस्याशयन् त्वं स्वबाधावशङ्कर तुष्टत्सस्मै भगवान् श्रेयप्रियमावहन् स्वां च वाचमृतम् स्वां च वाचमृतां कुर्वन् माहविशम्बरे मासं गुमां च वैदा मासं श्रीकवोद्रजा इत्थं व्यवस्थया कामं तु दुर्नोदमीदिने आचार्यानुग्रहा कामलिप्यापं स्वव्यवस्थया पालयामास शरीरेणाप्यनन्दन् स्मदप्रजा तस्योल्कलो वयो राजन्यवनश्च सुदास्तया दक्षिणावदराजानो बभूवर्धर्मवत्सरा ततः परिणते काले वरिष्ठान्वरि प्रभो पुरोरसंसृज्या गां कृत्वाय ततो वनम् पुरोरसंसृज्याभ्यामुत्ताय गतोवनं श्रीकृष्णाय नमः इति श्रीमद्भागवते महापुराणे पारमहंस्यां संहिताय नामस्कन्धे विलोवाख्याने प्रथमोऽध्याय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द
ചക്രഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. മന്വന്തരാണി സർവാണി ത്വയോക്താനി സുതാനി മേ വീര്യാണ്യനന്ദവീര്യസ്താരേ സ്വപ്രദുതാനി ച. പരീക്ഷിത് മഹാരാജാവ് ശിശുഭദ്രംശിയുടെ നന്ദി വഴിയാണ് വാസ്തവത്തിൽ തിരുവനന്തപുരനാഥ അന്ന് അഷ്ടമസ്കന്ധത്തില് മന്വന്തരങ്ങളൊക്കെ വർദ്ധിച്ചു. മന്വന്തരാണി സർവാണി, എല്ലാ മന്വന്തരങ്ങളും ഇനിയുടൻ കേൾക്കാൻ സാധിച്ചു. അങ്ങയുടെ മുഖത്ത് നിന്ന് ത്വയോക്താനി ശ്രുതാനി, അന്ന് വേണ്ട പോലെ പറഞ്ഞന്ന് വേണ്ട പോലെ കേൾക്കാൻ ഇനിയുള്ളവരെ സാധിച്ചു. നന്ദി പറയാം വേണ്ട പോലെ. അതും ഗജേന്ദ്രമോക്ഷം, പാരാണിമധനം, വാമനാവതാരം ഒക്കെ വേണ്ട പോലെ. ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ല. കുറച്ചുകൂടെ കേട്ടു, കുറച്ചുകൂടെ പോയി ഉണ്ടാവില്ല. ഇവിടെ ശ്രദ്ധയോടുകൂടി കേൾക്കാനും ശ്രദ്ധയോടുകൂടി തന്നെ ആ കേട്ടത് അത് വേണ്ട പോലെ കേൾക്കാൻ സാധിച്ചു. അതിലെ ഭഗവാന്റെ വീര്യങ്ങളാകുന്ന കഥകളും അനവധി കേട്ടുന്ന വീര്യാഞ്ജനന്ദ വീര്യ ശ്രീ ഭഗവാൻ ചെയ്ത വീര്യങ്ങളായ കഥകൾ കേട്ടു. പാരായണത്തിലും കേട്ടു, വാമനാവതാരത്തിലും കേട്ടു. ഭഗവാന്റെ വീര്യങ്ങളാകുന്ന കഥകളെ അനവധി കേട്ടു പറഞ്ഞു. അതും പ്രത്യേകിച്ച് യോസൗ സത്യം വ്രതോ നാമ രാജേശ്വര ജ്ഞാനം യോധീതകൽപ്പാർത്തേ ലേഭേ പുരുഷദേവയ. അത് തന്നെ സത്വര മഹാരാജാവിന്റെ കഥ പ്രത്യേകിച്ചും കേട്ടു. അദ്ദേഹത്തിന് വേണ്ടി അനുഗ്രഹിക്കാൻ വേണ്ടി മത്സ്യമൂർത്തിയായി ഭഗവാൻ അവതരിച്ച വന്ന കഥയും ശ്രദ്ധയോട് കൂടി കേൾക്കണ്ടേ. അങ്ങനെ മത്സ്യമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാ ജ്ഞാനവും നേടാൻ സാധിച്ചൊരു മഹാത്മാവാണ്. ജ്ഞാനം പുരുഷദേവയ. ശ്രീഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ശരിയായ ജ്ഞാനത്തെയും നേടാൻ സാധിക്കും. ഇനി ബാക്കിയുള്ളതും പുത്രോ മനുരാസീതി ശ്രുതം ആ സത്വര മഹാരാജാവ് മത്സ്യമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് സൂര്യപുത്രനായിട്ട് വന്നത്. വിമസ്വാന്റെ പുത്രനായിട്ട് വൈവർഷത വലുവായിട്ട് വന്നു. അന്നർത്ഥം പറഞ്ഞു കേൾക്കുണ്ടായി. അദ്ദേഹത്തിന്റെ പുത്രന്മാരെ കഥയും വിസ്തരിച്ച് കേൾക്കണം. ആ വംശം വിസ്തരിച്ച് കേൾക്കണം. അതും തേഷാം വംശം പ്രഭബ്രഹ്മൻ വംശാനുചരിതാനി കീർത്തയസ്വ മഹാഭായ നിത്യം ശുശ്രൂഷധാർഹിത. അതും അങ്ങനെയെല്ലാം അറിയുന്ന സർവേശ്വരനായ ഭഗവാന്റെ എല്ലാ മഹിമയും അങ്ങേക്ക് അറിയാം. അതുകൊണ്ട് ആ മനുവിന്റെ വംശം വിസ്തരിച്ച് കേൾക്കണം. വംശത്തെ വിസ്തരിച്ച് പറയണം. അതില് ഇപ്പം കഴിഞ്ഞു പോയുള്ള ആൾക്കാരും ഇപ്പോഴുള്ള ആൾക്കാരും വരാൻ പോണ ആൾക്കാരും ഏ ഭൂത ഏ ഭവിഷ്യാഷ്ട ഭവന്തി അത്യതരാഷ്ട്ര. കഴിഞ്ഞു പോയ ഏ ഭൂത കഴിഞ്ഞു പോയ ആൾക്കാരെ, ഏ ഭവിഷ്യ വരാൻ പോണ ആൾക്കാരെ, ഭവന്തി അത്യ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കഥകളും മുഴുവൻ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കഥകളും മുഴുവൻ അവരുടെ പരാക്രമങ്ങളും മുഴുവൻ എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തന്നെ ഗുരുനാഥ എന്ന എല്ലാ കഥയും സൂര്യവും ഈ വംശത്തിലെ കഥകളെ മനുവിന്റെ വംശത്തിന്റെ കഥകളും മുഴുവൻ വിസ്തരിച്ച് കേൾക്കണം. കുറച്ചൊന്നും കേട്ടാൽ കൂടെ മുഴുവൻ വിസ്തരിച്ച് കേൾക്കണമെന്ന് പറഞ്ഞപ്പം ഏവം പരീക്ഷിതാരാജ്ഞാ സദസി ബ്രഹ്മവാദിനം കൃഷ്ണപ്രവാച ഭഗവാൻ സുഖം പരമധർമ്മവി. പരീക്ഷിത മഹാരാജാവാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ ഒപ്പം ആരൊക്കെ ഇരിക്കുന്നത് നോക്കണം. കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നത് ആരാണ് ചോദിച്ചാൽ സദസ്സിൽ ഇരിക്കുന്നത് വേദം അറിയാവുന്ന, വേദത്തെ പറ്റി അറിയാവുന്ന ഋഷീശ്വരന്മാരാണ്. സദസി ബ്രഹ്മവാദീനം അവരുടേതാണ് പരീക്ഷിച്ച് ചോദിക്കുന്നത്. അപ്പൊ അവർക്കും കേൾക്കണം ഈ പരാക്രമമൊക്കെ. ഭഗവാന്റെ പരാക്രമം ഏതൊരാൾക്കും ഇഷ്ടമാണ്. വേദത്തിലും അത് തന്നെയാണ്. അനവധി അധ്യായങ്ങൾക്കാണ് മുക്കാസുന്റെ കഥയ്ക്ക് അനവധി ഇതിലാ പറയുന്നത്. വളരെ പ്രധാനമായിട്ടാണ് അത്. അതുകൊണ്ട് വിസ്തരിച്ച് കേൾക്കണം. എന്നാൽ ആ ഈ സദസ്സിൽ വെച്ച് വേദജ്ഞന്മാരുടെ സദസ്സിൽ വെച്ചാണ്
ഈ ധർമ്മത്തെ അനുഷ്ഠിക്കുന്ന മനുവിന്റെ വംശം അത് വിസ്തരിച്ച് കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പം ശ്രീശുഖൻ പറയാൻ തയ്യാറാണ്. സുഖ്യതമാനവോ വംശ പ്രാചുര്യേണ പരന്തവ ന ശക്യതേ വിസ്തരതോ വക്രും വർഷശതൈരസി. ഈ വംശത്തിന്റെ മഹാത്മ്യം മനുവിന്റെ വംശത്തെ പറ്റി പറയണമെങ്കിൽ അതിന് 100 കൊല്ലം പറഞ്ഞാൽ കഴിയുന്നതല്ല എന്നാണ്. വർഷശതൈരസി നമ്മൾ 40 ദിവസമാക്കിയത് വെറുതെ അല്ല. ഇതൊക്കെ ഓടാറേ പണിയുള്ളൂ. അപ്പൊ 41 രണ്ടാമത് 41 എന്മാരെയൊക്കെ പറഞ്ഞു പോകാനേ പറയാൻ പറ്റുള്ളൂ. പറയാനല്ല, കാരണം 100 കൊല്ലം ഉണ്ടായാൽ കഴിയുന്നതല്ല. ശക്യതേ വിസ്തരതോ വക്രം വർഷശതൈരപി. 100 കൊല്ലം ഉണ്ടായാൽ പോലും 100 കട്ടില്ല, 100 അനവധി കാലം. ഞാൻ നേരിട്ടൊക്കെ സഹസ്രം എന്ന് പറയാറുണ്ട്. സഹസ്രം 1000 മാത്രമല്ല, അനവധി എന്നർത്ഥം. അല്ലാണ്ട് 1000 എന്നല്ല അവിടെ പറയുന്നത്. അപ്പൊ വേളിയിൽ കണ്ട കർമ്മത്തിലൊക്കെ 100 കണക്കിന് ആ കൊല്ലം ജീവിക്കട്ടെ, 100 കണക്കിന് അനവധി കാലം പറഞ്ഞാലും കഴിയാത്തതാണ് ഈ വംശത്ത്. അത്രയും മഹാത്മ്യമുള്ള കഥകളാണ് ഈ വംശത്തിലെ കഥകൾ. എങ്കിലും പറ്റുന്നൊക്കെ പറയാനേ ശ്രീശുഖ ബ്രഹ്മർഷി വന്നിട്ടുള്ളൂ. അതെങ്കിലും പ്രധാനമായിട്ട് എങ്ങനെ ഈ വംശം ആരംഭിച്ചു എന്ന് ആദ്യം കാണിക്കുക. പരാവരേഷം ഭൂതാനം ആത്മായ പുരുഷപര ശ്രേവാശീലം വിശ്വം കർപ്പാന്തെന്ന ചിന്തന. ഈ വംശത്തിൽ പറയണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇതൊക്കെ ഈശ്വരമയമാണ് എന്ന് ബോധ്യമാണ്. പരാവരേഷം ഭൂതാനം ആത്മായ പുരുഷപര. ഇതെല്ലാം ഈശ്വരനാണ്. ഈശ്വരനല്ലാതെ ഒന്നും ഇവിടെ ഇല്ല. ജീവസ്ബന്ധത്തിൽ വന്നിട്ടാണ് നാരായണമയമാണ്. ഇതൊക്കെ ഈശ്വരനാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടാണ് അനവധി ശ്ലോകങ്ങളെ കൊണ്ടാണ് ഭഗവാന്റെ മഹിമയെ പറയുന്നത്. ആ സർവേശ്വരനായ ഭഗവാനാണ് എല്ലാം ആയി മാറിയത്. ജീവസ്ബന്ധം പറഞ്ഞിട്ടു അഹമേവാഗ്രേ നാന്യത്യൽപരം പശ്ചാത്തഹ്യതേതച്ച. അതന്നെ ഇവിടെ പറയുന്നത്. എല്ലാം ഭഗവാനാ. ഭഗവാൻ ഉണ്ടായത് മുഴുവൻ ഭഗവാനാണ്. ഉള്ള വസ്തുവല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഉള്ളതും ഉണ്ടായതും എല്ലാം വിളിച്ചാലും ബാക്കി വരുന്നതും ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ അല്ലാതെ വേറെ ഒന്നും ഇവിടെ ഇല്ല. ആ ഭഗവാന്റെ നാഭിയിൽ നിന്ന് തസ്യനാഭേ സമഭവൽ പത്മകോശോ ഹിരണ്മയ തസ്മിൻ ജജ്ഞേ മഹാരാജ സ്വയംഭൂഷ്ട പുരാനന. ആ ഭഗവാന്റെ നാഭിയിൽ നിന്നാണ് ഒരു താമരപ്പൂവ് പൊങ്ങി വന്നത്. ഈ താമരപ്പൂവിലാണ് വാസ്തവം 4 മുഖത്തോടുകൂടി ബ്രഹ്മാവുണ്ടായതെന്ന് ഭാഗവത്. തസ്മിൻ ജജ്ഞേ മഹാരാജ സ്വയംഭൂവ ചതുരാനന. ഉണ്ടായപ്പോൾ മുഖമുള്ളൂ. ഇത് 4 ആയതാണ്. 4 ഭാഗത്തേക്കും നോക്കാൻ വേണ്ടി ഭഗവാൻ 4 മുഖം കൊടുത്തിട്ടാണ് 4 മുഖനായത്. അങ്ങനെ ബ്രഹ്മാവ്, ഈ 4 മുഖനാകുന്ന ബ്രഹ്മാവ് ഭഗവാന്റെ നാഭിയിൽ നിന്നും കൊണ്ടുവന്ന താമരപ്പൂരാണ് ഉണ്ടായത്. ആ ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്നാണ് മരീചം മനസസ്തസ്യ നിത്യം വിവസ്വാനഭവൽ സുത. ആ ബ്രഹ്മാവിന്റെ സൃഷ്ടിയിൽ നിന്നാണ്, അത് ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്നാണ് മരീചി ഉണ്ടായത്. തൃതീയ സ്കന്ധത്തിൽ പറഞ്ഞതാണ് ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്നും മരീചി ഉണ്ടായി. ഈ മരീചിയിൽ നിന്നാണ് കശ്യപ പ്രജാപതി ഉണ്ടായത്. തൃതീയ സ്കന്ധം പറഞ്ഞിട്ടാണ് കശ്യപൻ ഉണ്ടായത്. ആ കശ്യപന്റെ പത്നിയാണ്, കശ്യപന് 13 പത്നിമാര്. അതിഥി, ദിതി, തനു, കാഷ്ട, അരിഷ്ട പറഞ്ഞ 13 പത്നിമാര്. അത് പത്നിയാണ് അതിഥി. ഈ അതിഥിയിൽ നിന്നാണ് 12 ആദിത്യന്മാരുണ്ടായി. അതിൽപ്പെട്ട ആദിത്യനാണ് വിവസ്വൻ. വിവസ്വൻ അജ്ഞവ പൂഷ തൊട്ടാത സവിതാ ഭഗത കൂടെ പറയും. വിവസ്വാൻ ഉണ്ടായത്. ആ വിവസ്വാനാണ് തതോ മനുഷ്യാഭദേവ സജ്ഞായാമാസ ഭാരതാനദ്ധായം ജനയാമാസ ദശപുത്രാൻ ആത്മവാൻ. ഉറക്കം വരുമ്പോ അതെ ഇടയ്ക്കിടയ്ക്ക്
യുവസ്വായന്റെ പത്നിയാണ് സ്വപ്ന. ആ സ്വപ്നയിലാണ് ശ്രാദ്ധദേവൻ എന്ന പേരായ മനു ഉണ്ടായത്. ആ മനു വളരെ പ്രസിദ്ധനായ മനുവാണ്. ആ മനുവാണ് ശ്രദ്ധ എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചത്. ആ ശ്രദ്ധയിലാണ് 10 പുത്രന്മാരുണ്ടായി. ശ്രാദ്ധദേവന് ശ്രദ്ധയില് 10 പുത്രന്മാരുണ്ടായി. ഇക്ഷ്വാകു മൃഗശല്യാദി ദിഷ്ട ദൃഷ്ട കരൂഷകൻ നരിഷ്യന്തം വൃഷഭ്രഞ്ച നഭഗഞ്ച കവി വിഭു. 10 പേരുണ്ടായിരുന്നാണ്. അതിന്റെ ഇവരുണ്ടാവുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ സന്താനമില്ലാത്തത് കൊണ്ട് അപ്രജസ്യ മനോപൂർവം വസിഷ്ഠോ ഭഗവാൻ കില മിത്രാവരുണയോരിഷ്ടിം പ്രജാഖമകലോത്പ്രഭു. ഈ 10 പുത്രന്മാരുണ്ടാവുന്നതിന്റെ മുമ്പ് തന്നെ സന്താനമില്ലാത്തത് കൊണ്ട് ഈ ശ്രാദ്ധദേവ മനു സൽക്കർമ്മം വസിഷ്ഠനെ വിളിച്ച് വരുത്തിയിട്ട് മിത്രാവരുണന്മാരുടെ അനുഗ്രഹം നേടാൻ വേണ്ടി നേരാലെ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിനുവേണ്ടി വസിഷ്ഠമഹർഷിയെ കൂട്ടിക്കൊണ്ടുവന്ന് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു യാഗം ചെയ്യിപ്പിച്ചു. മിത്രാവരുണന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു യാഗം ചെയ്യുന്നു. അതിൽ കൂടിയാണ് അന്ന് യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തത്ര ശ്രദ്ധാമനോപത്നി ഹോതാരം സമയ അമയാജത ബുഹിർവ്രമുപാഗമ്യ പ്രണിപത്യ പയോവ്രത. യാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും വളരെ വിശേഷപ്പെട്ട ഒരു യാഗമാണ്. വാസ്തവം പറയുന്നത് പയോവ്രതമാണ്. പാലിന് പ്രാധാന്യം കൊടുത്തുള്ള യാഗമാണ്. അങ്ങനെ വ്രതത്തിലിരുന്നു കൊണ്ട് അത് മാത്രം കഴിക്കാതെ ഭഗവതി അവിടെ ഇരിക്കുന്നത്, ശ്രദ്ധാദേവി ഇരിക്കുന്നത്. അതും ഇരിക്കുന്നത് ഭർത്താവിന് അടുത്താണെങ്കിൽ 4 വേദികളും കർമ്മം ചെയ്യാനിരിക്കുന്നത്. ഇരിക്കുമ്പോൾ ഹോതാവിൻ്റെ അടുത്ത് എന്നിട്ടാണ് നമസ്കരിച്ചത്. ഇവിടെ ഇദ്ദേഹത്തിന് രാജാതിയാണ് പത്നി. അപ്പൊ അടുത്തിരിക്കുന്ന പത്നി അവിടെ തന്നെയാണ് ഹോതാവ് ഇരിക്കുന്നത്. അവിടെ ചെന്ന ഹോതാവിനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞത് എനിക്കൊരു പെൺകുട്ടി ഉണ്ടാവുന്നുണ്ട്. ഹോതാവിനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞത് പെൺകുട്ടി ഉണ്ടാവും. അപ്പൊ ഇവിടെയാണെങ്കിൽ സന്തത്യർത്ഥം യാഗം ചെയ്യാന്നേ ഉദ്ദേശിച്ചുള്ളൂ. ഇവിടെ പത്നി പെൺകുട്ടി മതി ഇത് പറഞ്ഞപ്പം അതനുസരിച്ച് കർമ്മം ചെയ്യുന്നു എന്നാണ്. അങ്ങനെ അങ്ങനെ ഹോതാവോട് പറഞ്ഞപ്പോ ഹോതാവ് അധ്വരിയോട് പറഞ്ഞു. അങ്ങനെ ഇതിനു വേണ്ടിയിട്ട് ചരു ഹോമിക്കാൻ ഹവിസുണ്ടാക്കി ഹോമിക്കാൻ വന്നു. അങ്ങനെ ഈ പത്നിയുടെ പ്രാർത്ഥന കേട്ട് ഹവിസുണ്ടാക്കി ആ ഹവിസാണ് തീയോട് കൂടി അഗ്നിയിൽ ഹോമിച്ചു. പെൺകുട്ടി ഉണ്ടാവാൻ മോഹിച്ചാണ് ഹോമിച്ചത്. അങ്ങനെ യജമാനാണെങ്കിൽ മനുവാണെങ്കിൽ പുണ്യുണ്ടാവാൻ വേണ്ടിയാണ് കർമ്മം ചെയ്തെങ്കിലും പുണ്യുണ്ടാവുമെന്ന് പറയണ്ടായി. ഇവിടെ ആണെങ്കിൽ കുട്ടി ഉണ്ടാവുമെന്ന് പറയുന്നു. ഹോതുത്വത്തിൽ വിചാരേണ കന്യേരാമഭാവൻ താം വിയോഗ്യ മനുഗ്രാഹ നാദിഷ്ടമനാകുലും. ഇങ്ങനെ യാഗവും കഴിഞ്ഞ് പ്രസാദവും കഴിച്ച് ഗർഭം ധരിച്ച് പ്രസവിച്ചപ്പോൾ പെൺകുട്ടിയാണ് ഉണ്ടായത്. പെൺകുട്ടി ഉണ്ടായി ഇളാന്ന് പേരിട്ട് വളർത്തും. പെൺകുട്ടിക്ക് കന്യേരാമഭാവൻ, കന്യക്ക് ഇളാന്ന് പേരിട്ടു. എങ്കിലും ദുഃഖം പൂർണ്ണമായിട്ടും പോയിരാണ് അഭാഗ്യമെന്ന്. താമ്പിരോ